بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله إلى كافة الخلق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. صلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. സർവാദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, രക്ഷിതാക്കൾ, ഈ സ്നേഹപ്രപഞ്ചത്തെ ഇഷ്ടം വെച്ചുകൊണ്ട് സംഭാഷണം ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന സദസ്സിലും വിദൂരത്തുമുള്ള പ്രിയപ്പെട്ട മുഹിബ്ബീങ്ങൾ, സഹോദരങ്ങളെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രമേയമാക്കി നമ്മുടെ സ്നേഹപ്രഭാഷണത്തിൻ്റെ 18-ാം വർഷം 3-ാം ദിവസം ബുറുദയിലെ അവസാന ഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നാം സംസാരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ എല്ലാ ഭാഷകളുടെയും പരിധികൾക്കപ്പുറത്ത് സ്നേഹം കൊണ്ട് ആലിംഗനം ചെയ്ത് അവിടുത്തെ വിശേഷങ്ങളും ബഹുമാനങ്ങളും പറഞ്ഞ് അതിൻ്റെ പാരമ്യതയിലെത്തി നിന്നുകൊണ്ടാണ് യാ അക്രമൽ ഖൽഖി, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഔന്നിത്യമുള്ള നേതാവേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇമാം ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി വിളിക്കുന്നത്. ഇമാം അവറുകളുടെ സ്നേഹവിലാസങ്ങളുടെ വിലയത്തെക്കുറിച്ചാണ് ആദ്യ ദിവസം നമ്മൾ സംസാരിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിളിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രമാണങ്ങളും പരാമർശങ്ങളുമാണ് ഇന്നലെ നാം പങ്കുവച്ചത്. ഇന്നു നാം പറയുന്നത് അക്രമുൽ ഖൽഖ്, യാ അക്രമൽ ഖൽഖി എന്നതിലെ അക്രമുൽ ഖൽഖ് എന്ന ഭാഗമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അതുതന്നെ പറഞ്ഞാൽ ഇമാമുകൾ എഴുതിയ ഒരുപാട് രചനകൾ മുഴുവനായും നമുക്ക് പരാമർശിക്കേണ്ടി വരും.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രയോഗവും ആലങ്കാരികമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഉള്ളത് തന്നെ പറയാൻ പറ്റാതെ വരുമ്പോൾ പിന്നെ എങ്ങനെയാണ് വർണ്ണിച്ചു പറയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉള്ള മഹത്വവും സൗന്ദര്യവും വാചകങ്ങൾക്ക് വഴങ്ങുന്നതോ പ്രഭാഷണങ്ങൾക്ക് ഒതുങ്ങുന്നതോ ആഖ്യാനങ്ങൾക്ക് വിധേയപ്പെട്ടു തരുന്നതോ അല്ല. അതിനെല്ലാം അപ്പുറമാണ്. പിന്നെ എങ്ങനെയാണ് നമുക്ക് വർണ്ണിക്കാനാവുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായ സൃഷ്ടിയാണ് എന്നത് ഒരു അനുരാഗി ആവേശം മൂത്ത് പറഞ്ഞതല്ല, ലോകം മുഴുവനും തിരിച്ചറിയേണ്ട വലിയ ഒരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധമായ ഖുർആനിലെ ചില പരാമർശങ്ങളിലൂടെ കടന്നുപോയാൽ അത് ശരിക്കും നമുക്ക് ബോധ്യമാകും. വിശുദ്ധ ഖുർആൻ 3 ഉടമ്പടികളെക്കുറിച്ച് പറയുന്നുണ്ട്. 3 എഗ്രിമെന്റുകളെക്കുറിച്ച് ഖുർആൻ പറയുന്നു. അതിൽ ഒന്നാമത്തെ എഗ്രിമെന്റ് മനുഷ്യവർഗവും ഭൂതവർഗവും മുഴുവൻ, അല്ലെങ്കിൽ മനുഷ്യവർഗം മുഴുവനും അള്ളാഹുവുമായി ചെയ്ത ഉടമ്പടിയുടെ പരാമർശമാണ്. സൂറത്തുൽ അറാഫിൽ ആ ഉടമ്പടിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും ആലമുൽ അർവാഹിൽ വെച്ച് അല്ലാഹു തആല ഒരു ഉടമ്പടി ചെയ്തു. രണ്ടാമത്തെ ഉടമ്പടി മഹാന്മാരായ അമ്പിയാക്കന്മാരുമായുള്ള ഒരു ഉടമ്പടിയാണ്. മൂന്നാമത്തെ ഉടമ്പടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പ്രത്യേകമായ ഒരു ഉടമ്പടിയാണ്. ഇത് 3 നമ്മൾ വായിക്കുമ്പോഴറിയാം, ഖൽഖ് സേ ഔലിയാ, ഔലിയാ സേ റുസുൽ, റസൂലോ സേ അലാ ഹമാരാ നബി. സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതർ ഔലിയാക്കളാണ്. ആ ഔലിയാക്കളിൽ ഏറ്റവും ഉന്നതർ മുർസലീങ്ങളാണ്. ആ മുർസലീങ്ങളിൽ ഏറ്റവും സവിശേഷമായ പദവി ലഭിച്ചവർ ഉലുൽ അസ്മുകൾ എന്നറിയപ്പെടുന്ന 5 മഹാന്മാരായ പ്രവാചകന്മാരാണ്. അവരിൽ വെച്ച് ഏറ്റവും അത്യുന്നത പദവിയുള്ളവർ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഈ ലോകത്ത് അല്ലാഹു തആല ഏറ്റവും വലിയ പദവിയിൽ നിയോഗിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ബാക്കിയുള്ളവരുടെ എല്ലാം പദവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് താഴെയാണ്. ഇത് പറയാൻ പൊതുവായ ഒരുപാട് പ്രമാണങ്ങളുണ്ട്, മതപരമായ ഒരുപാട് തെളിവുകളുണ്ട്. ഇത് നമ്മൾ ആത്മീയമായ വിഷയങ്ങൾ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യുന്ന വേദിയാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ സഞ്ചരിക്കാം. ഒന്നാമത്തെ ഉടമ്പടി, وَإِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ وَأَشْهَدَهُمْ عَلَى أَنفُسِهِمْ أَلَسْتُ بِرَبِّكُمْ قَالُوا بَلَى شَهِدْنَا أَن تَقُولُوا يَوْمَ الْقِيَامَةِ إِنَّا كُنَّا عَنْ هَذَا غَافِلِينَ إِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ. അല്ലയോ പ്രവാചക പ്രഭോ, അവിടുന്ന് ഓർക്കുന്നില്ലേ?
ആ ആദ്യം പറഞ്ഞ പദത്തിന് വലിയ ആഴമുണ്ട്. അല്ലയോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, ആ സന്ദർഭം ഇത് അഖദ റബ്ബുക, അവിടുത്തെ റബ്ബായ അല്ലാഹു തആല സ്വീകരിച്ച നിമിഷം അവിടുന്ന് ഓർക്കുന്നില്ലേ? എന്താണ്? മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം. മനുഷ്യകുലത്തിന് മുഴുവനും ആത്മാക്കളെ ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് പ്രഭവിപ്പിച്ച് അല്ലാഹു തആല ചോദിച്ച രംഗം അവിടുന്ന് ഓർക്കുന്നില്ലേ? എന്തായിരുന്നു ചോദിച്ചത്? അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന്. അവിടെ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും അവിടെ ഹാജരായിരുന്നു. അപ്പോൾ മനുഷ്യർ പറഞ്ഞു, ഖാലൂ ബലാ, അതെ, നീ ഞങ്ങളുടെ റബ്ബാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുകയാണ്. ഷഹീദിന, ഞങ്ങളതിന് സാക്ഷിയാവുകയാണ്. എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനെ ഒരു ഉടമ്പടി ചെയ്യിച്ചത്? നാളെ ഈ ഒരു കരാർ, ഈ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ നിരാകരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അന്ന് മനുഷ്യകുലത്തോട് മുഴുവനും കരാറെടുത്ത നിമിഷം തങ്ങൾ ഓർക്കുന്നില്ലേ എന്ന്. അപ്പൊ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിശേഷമായ സാന്നിധ്യമുണ്ട്. കേവലമായ സാന്നിധ്യമല്ല, നമുക്കത് ഓർമ്മയില്ല. നമ്മളവിടെ ഉണ്ടായിരുന്നുവെങ്കിലും നമുക്കത് ഓർമ്മയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് ഓർക്കാൻ മാത്രമുള്ള സാന്നിധ്യത്തിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് മഹാന്മാരെല്ലാം വളരെ മനോഹരമായ വ്യാഖ്യാനങ്ങൾ ഇതിന് നൽകിയിട്ടുണ്ട്. അവർ പറയുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മുസ്നദിൽ ഉദ്ധരിക്കുകയാണ്. മുസ്നദിൽ മഹാനവർകൾ പറയുന്നു, അഖദല്ലാഹുൽ മീസാഖ മിൻ ളഹരി ആദമ ബിനഅമാന യഅനി അറഫത. അറഫയിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യകുലത്തോടൊരു ഉടമ്പടി എടുത്തു. ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് അറഫയിൽ വെച്ചുകൊണ്ട് അല്ലാഹു തആല ഒരു ഉടമ്പടി എടുത്തു. ഫഅഖറജ മിൻ സുൽബിഹി, ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് പുറപ്പെടുവിച്ചു, കുല്ല ദുർരിയത്തിൻ ദറഅഹാ ഫനസറഹും ബൈന യദൈഹി കദ്ദർരി. സൂര്യ വെളിച്ചത്തിൽ കാണാവുന്ന വിധത്തിൽ കണികകളായി, അംശങ്ങളായി ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുകിൽ നിന്ന് ജനിക്കാനുള്ള മുഴുവൻ മനുഷ്യരെയും അറഫയിൽ ഹാജരാക്കി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉടമ്പടി എടുപ്പിച്ചു. എന്തിനാണ്? നാളെ പരലോകത്ത് വരുമ്പോൾ നിഷേധിക്കാതിരിക്കാൻ വേണ്ടിയാണ്. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നിടത്ത് ഇങ്ങനെയാണുള്ളത്, ഇന്നല്ലാഹ മസഹ സുൽബ ആദമ ഫസ്തഖറജ മിൻഹു കുല്ല നസമത്തിൻ ഹുവ ഖാലിഖുഹാ ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹു തആല മനുഷ്യകുലത്തിൽ നിന്ന് അന്ത്യനാൾ വരെ പടയ്ക്കാനുള്ള മുഴുവൻ സന്താനങ്ങളെയും ഹാജരാക്കിയിട്ട് ചോദിച്ചു, അല്ല, ഞാനല്ലയോ നിങ്ങളുടെ റബ്ബ് എന്ന്. എല്ലാവരും പറഞ്ഞു, അതെ, ഞങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദറക്കിൽ പറഞ്ഞത്, ജമഅഹും ലഹു യൗമഇദിൻ ജമീഅൻ മാ ഹുവ കായിനും മിൻഹു ഇലാ യൗമിൽ ഖിയാമ ഫജഅലഹും അർവാഹൻ. ആദ്യം ആത്മാക്കളായി അവരെ ഹാജരാക്കി, സുമ്മ സവ്വറഹും, പിന്നെ അവർക്ക് പ്രത്യേകമായ രൂപങ്ങൾ നൽകി, വസ്തൻതഖഹും ഫതകല്ലമു, അവരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സംഭാഷണം നടത്തിച്ചു, അവർ സംസാരിച്ചു. അഥവാ ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യകുലത്തെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫയിൽ ഹാജരാക്കി. എന്നിട്ട് വഅഖദ അലൈഹിമുൽ അഹ്ദ വൽ മീസാഖ മാ ഹുവ കായിനും മിൻഹു ഇലാ യൗമിൽ ഖിയാമ. അന്ത്യനാൾ വരെയുള്ള എല്ലാ മനുഷ്യരെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടമ്പടി എടുപ്പിച്ചു. അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന്. ഖാലൂ ബലാ,
അപ്പോൾ മനുഷ്യകുലം മുഴുവനും നമ്മളെല്ലാവരും സമ്മതിച്ചു, അതേ റബ്ബേ, ഞങ്ങളുടെ റബ്ബ് നീ തന്നെയാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന് എടുത്ത ഒരു ഉടമ്പടി. ഇന്നത്തെ വിഷയം കുറച്ചു നേരം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. കാരണം ഖുർആനിന്റെ ചില പ്രയോഗങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ലാഹു തആല മനുഷ്യരെ കൊണ്ട് മുഴുവനും ഉടമ്പടിയെടുത്ത സന്ദർഭത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, ഇത് തങ്ങൾക്ക് ആ സന്ദർഭം ഓർമ്മയില്ലേ എന്ന അർത്ഥത്തിലാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അല്ലയോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, ആനപ്പടയോട് അല്ലാഹു എന്താണ് ചെയ്തത് എന്ന് തങ്ങൾ കണ്ടിരുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള സംഭവമാണ്. ആ സംഭവത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നത് അവിടുന്ന് അതിന് സാക്ഷിയായിരുന്നില്ലേ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആത്മീയമായി അവിടെ സാക്ഷിയാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല അങ്ങനെ ചോദിക്കുന്നത്. ഏതായാലും മനുഷ്യകുലത്തോട് മുഴുവനും ഉള്ള ഒരു ഉടമ്പടി നിങ്ങളെല്ലാവരും അല്ലാഹുവിനെ റബ്ബായി അംഗീകരിക്കുന്നില്ലേ എന്ന് ഖുർആൻ പറയുന്ന രണ്ടാമത്തെ ഉടമ്പടി, വഇദ് അഖദ്നാ മിനൻ നബിയ്യിന മീസാഖഹും വമിൻക ومن نوح وإبراهيم وموسى وعيسى بن مريم وأخذنا منهم ميثاقا غليظا ليسأل الصادقين عن صدقهم وأعد للكافرين عذابا أليما. وإذ أخذنا من النبيين ميثاقهم. അല്ലാഹു തആല നബിമാരിൽ നിന്ന് അവരുടെ ഉടമ്പടി സ്വീകരിച്ച രംഗം അവിടുത്തേക്ക് ഓർമ്മയില്ലേ? വമിൻക, തങ്ങളിൽ നിന്നും അവിടുന്ന് കരാർ സ്വീകരിച്ച രംഗം ഓർമ്മയില്ലേ? തങ്ങളിൽ നിന്ന് സ്വീകരിച്ച രംഗം തങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. എന്നാൽ മുൻകഴിഞ്ഞിട്ടുള്ള അമ്പിയാക്കന്മാരെ കുറിച്ചുമുള്ളതും തങ്ങൾക്ക് ഓർമ്മയില്ലേ? ومن نوح وإبراهيم وموسى وعيسى بن مريم. മൂസാ നബിയിൽ നിന്നും ഇബ്രാഹിം നബിയിൽ നിന്നും ഈസാ നബിയിൽ നിന്നും നൂഹ് നബിയിൽ നിന്നും എല്ലാം ഉടമ്പടി സ്വീകരിച്ച രംഗം തങ്ങൾക്ക് ഓർമ്മയില്ലേ? ഈ ഉടമ്പടിയാണ് രണ്ടാമത് ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഉടമ്പടി. ഇവിടെ വലിയ ഒരു രസമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാം മുതൽ ഈസ നബി അലൈഹിസ്സലാം വരെ കാലക്രമത്തിലാണ് അമ്പിയാക്കന്മാരുടെ പേര് പറയുന്നത്. എന്നാൽ അവരുടെ എല്ലാം മുമ്പേ പറഞ്ഞത് ആരുടേതാണ്? വഇദ് അഖദ്നാ മിനൻ നബിയ്യിന മീസാഖഹും വമിൻക. ആദ്യം തങ്ങളെയാണ് പറയേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ക്രമപ്രകാരം നൂഹ് നബി അലൈഹിസ്സലാമിന് ശേഷമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശേഷമാണ് മൂസ ബിൻ ഇമ്രാൻ അലൈഹിസ്സലാം. അതിനുശേഷമാണ് ഈസ ബിൻ മറിയം അലൈഹിസ്സലാം. അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് ഉദയം ചെയ്ത് പ്രബോധനം തുടങ്ങിയത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പിന്നെയാണ് പറയേണ്ടത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാനം കൊണ്ട് ആദ്യം നൽകിയത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. യാ അക്രമൽ ഖൽഖി. അമ്പിയാക്കന്മാരിൽ നിന്ന് ഏറ്റവും ഒന്നാമത്തെ സുൽത്താനുൽ അംബിയാ, അമ്പിയാക്കന്മാരുടെ രാജാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് തന്നെ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു. പിന്നെയാണ് അമ്പിയാക്കന്മാരെ ക്രമപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. മാത്രമല്ല, മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ സ്ഥാനക്രമം ബാക്കിയുള്ളവരുടെ ഇടയിൽ തെറ്റിച്ചിട്ടുമില്ല. അല്ലാഹു തആല അതേ ക്രമത്തിൽ ഖുർആനിൽ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യം ഓർമ്മപ്പെടുത്തുകയാണ്.
പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ഉടമ്പടിയുടെ ഭാഗം പറയുകയാണ്. മറ്റൊരു സൂക്തത്തിലും അല്ലാഹു തആല സൂറത്തു ശൂറ 13-ാമത്തെ സൂക്തത്തിലും അല്ലാഹു തആല പറയുന്നു, ശറഅ ലകും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ വഅഖീമുദ്ദീൻ വലാ തതഫറഖൂ ഫീഹി. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ശറഅ ലകും മിനദ്ദീനി, ദീനിൽ നിന്ന് വ്യവസ്ഥിതിയെ നമ്മൾ തങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. മാ വസ്സാ ബിഹി നൂഹൻ, നൂഹ് നബി അലൈഹിസ്സലാമിന് നൽകിയതുപോലെയുള്ള വ്യവസ്ഥിതിയെ തങ്ങൾക്കും നൽകി. പിന്നെ ആർക്കൊക്കെയാണ്? വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ. പിന്നീട് ക്രമപ്രകാരം അല്ലാഹു തആല പറയാണ്, അവിടെയും ആദ്യം പറയുന്നത് ആരെയാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അപ്പോൾ രണ്ടു കാര്യം അല്ലാഹു തആല ഉടമ്പടി ചെയ്തു. മനുഷ്യകുലത്തോട് മുഴുവനും ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് എന്ന് ചോദിച്ചു. ആ രംഗത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷിയാക്കി. രണ്ടാമതൊരു ഉടമ്പടി ഓരോ പ്രവാചകന്മാരോടും അവരവരുടെ കാലത്തെ ദൗത്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും വ്യവസ്ഥിതികളെ കുറിച്ച് അറിയിക്കുകയും അവരുടെ ശരീഅത്ത് വ്യക്തമായി നടപ്പിലാക്കാൻ ദൗത്യ നിർവഹണത്തിന്റെ ഉടമ്പടി സ്വീകരിച്ചു. അപ്പോൾ കാലം കൊണ്ട് അവസാനം നിയോഗിക്കപ്പെട്ട നബിയാണെങ്കിലും അല്ലാഹു തആല ആദ്യം വിളിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ഇനി മൂന്നാമതൊരു ഉടമ്പടി ഖുർആൻ പറയുന്നുണ്ട്. ആ മൂന്നാമത്തെ ഉടമ്പടി എന്താണ്? ഹബീബ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹബിഹി വസല്ലം തങ്ങൾ ഈ കഴിഞ്ഞുപോയ പരാമർശങ്ങളെ കുറിച്ച് പറയാണ്. ഖിയാറു വലദി ആദമ ഖംസത്തുൻ, മനുഷ്യകുലത്തിൽ നിന്ന് പ്രത്യേകം ബഹുമാനമുള്ളവർ 5 പേരാണ്. നൂഹുൻ വ ഇബ്രാഹീമു വ ഈസാ വ മൂസാ വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മനുഷ്യകുലത്തിൽ നിന്ന് അല്ലാഹു തആല ഉലുൽ അസ്മുകളായി തെരഞ്ഞെടുത്തത്, പ്രത്യേകമായി ബഹുമാനം നൽകിയവർ 5 പേരാണ്. ഇമാം നൂറുദ്ദീനുൽ ഹൈസമി മജ്മഉസ് സവായിദിൽ ഉദ്ധരിക്കുകയാണ്, ഖിയാറു വലദി ആദമ ഖംസത്തുൻ, മനുഷ്യകുലത്തിൽ ഏറ്റവും ഉന്നത പദവിയുള്ളവർ 5 പേരാണ്. നൂഹുൻ വ ഇബ്രാഹീമു വ ഈസാ വ മൂസാ വ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഉലുൽ ആസ്മുകളായ 5 പേർ. ഇനിയും ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഹദീസുണ്ട്. അങ്ങനെ പല ഇമാമുകളും ഉദ്ധരിച്ച ഹദീസുകളുണ്ട്. ആ പരാമർശങ്ങളിലേക്ക്, നിവേദനങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അമ്പിയാക്കന്മാരിൽ നിന്നും ഉടമ്പടി എടുത്തു. മൂന്നാമത് ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഉടമ്പടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഉടമ്പടിയാണ്. وَإِذْ أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ, അല്ലാഹു തആല എല്ലാ നബിമാരിൽ നിന്നും ഉടമ്പടി എടുത്തു, കരാറ് ചെയ്തു. ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മത്തിൻ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബും ഹിക്മത്തും റിസാലത്തും നുബുവത്തും എല്ലാം തന്നിട്ട് നിങ്ങൾ അതിൻ്റെ ദൗത്യവുമായി മുന്നേറുമ്പോൾ അല്ലാഹു തആല ഇങ്ങനെ ഒരു ഉടമ്പടി വേറെ ഒരു നബിയെക്കുറിച്ചും എടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മറ്റ് അമ്പിയാക്കന്മാരോട് മീസാഖ് ഉടമ്പടി എഗ്രിമെന്റ് ചെയ്തതുപോലെ ഒരു നബിയെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ ഒരു പ്രവാചകനെ കുറിച്ചും ഉടമ്പടി എടുത്തിട്ടില്ല.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാണ്, അല്ലയോ പ്രവാചകന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ثم جاءكم رسول مصدق لما معكم, നിങ്ങളുടെ കയ്യിലുള്ള പരിശുദ്ധമായ വേദത്തെയും ഇസ്ലാമിനെയും സത്യസന്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് റസൂല് വന്നാൽ, ആരാണ് ആ റസൂൽ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങൾ വന്നാൽ ഈ ഉടമ്പടിക്കും നബി തങ്ങൾ സാക്ഷിയാണ്. അതുകൊണ്ടാണ് വഇദ് അഖദ അല്ലാഹു മീസാഖൻ നബിയ്യീൻ. ഇവിടെ അല്ലാമ അഹ്മദ് യാർ ഖാൻ അൻ-നഈമി അവர்கள் തഫ്സീറെ നഈമിയിൽ മറ്റും ചോദിക്കുന്നുണ്ട്, വഇദ് അഖദ അല്ലാഹ് और ये महबूब वो वक्त याद करे जब अल्लाह ने अंबिया से अहद लिया कि जब मैं तुम्हें किताब और हिकमत अता कर दूं. അവിടെ മഹാന്മാരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുഫസ്സിറുകൾ പറയുന്നതാണ്, യേ മെഹബൂബ്, അല്ലയോ മെഹബൂബായ നബിയേ, ഓ വഖത്ത് യാദ് കരേ, ആ സമയമൊന്ന് ഓർക്കൂ നബിയേ, ആ സന്ദർഭം ഒന്ന് ഓർത്തു നോക്ക്. വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീൻ, എല്ലാ അമ്പിയാക്കന്മാരിൽ നിന്നും അല്ലാഹു തആല ഉടമ്പടി സ്വീകരിച്ചു. നിങ്ങൾക്കുള്ള വേദവും കിതാബും നിയമവും എല്ലാം തന്ന് നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ثم جاءكم رسول مصدق لما معكم, നിങ്ങളുടെ കയ്യിലുള്ള വേദവും നിയമവും ശരിവെച്ചുകൊണ്ട് ഒരു റസൂല് വന്നാൽ, ആ റസൂൽ ഏതാണ്? മഹ്റ ചർഖേ നുബൂവത്ത് പേ റോഷൻ ദുറൂദ് ഗുലേ ബാഗേ റിസാലത്ത് പേ ലാഖോ സലാം. മഹ്റ ചർഖേ നുബൂവത്ത്, പ്രവാചകത്വത്തിന്റെ ആകാശത്തിലെ സൂര്യനെ, റോഷൻ ദുറൂദ്, പ്രകാശിക്കുന്ന സ്വലാത്തുകൾ അവിടുത്തെ മേൽ വർഷിക്കട്ടെ. ഗുലേ ബാഗേ റിസാലത്ത് പേ ലാഖോ സലാം. റിസാലത്തിന്റെ ഉദ്യാനത്തിലെ നിറപുഷ്പമേ, സുഗന്ധ പുഷ്പമേ, അവിടുത്തേക്ക് ലക്ഷോപലക്ഷം സലാമെന്ന് ഇമാമേ അഹ്മദ് റിളാ ഖാൻ ഫാളിലെ ബറേൽവി തങ്ങള് പറഞ്ഞതുപോലെ അമ്പിയാക്കളുടെ ലോകത്തെ സുൽത്താനായ നബിയോട് അല്ലാഹു തആല പറയാണ്, അന്നത്തെ രംഗം ഓർമ്മയില്ലേ നബിയേ? ഈ മനുഷ്യ കുലത്തോട് മുഴുവനും അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിന്റെ പ്രഖ്യാപനം നടത്തിയ ഉടമ്പടി ഓർക്കുന്നില്ലേ തങ്ങളെ? ഉലുൽ അസ്മുകളോട് മുഴുവനും പ്രത്യേക കരാറ് ചെയ്ത സന്ദർഭം ഓർക്കുന്നില്ലേ തങ്ങളെ? തങ്ങളെക്കുറിച്ച് മറ്റു നബിമാരോട് കരാറ് ചെയ്ത രംഗവും അവിടുന്ന് ഓർമ്മയില്ലേ നബിയേ? എന്താണ് ഞാൻ തങ്ങളെക്കുറിച്ച് മറ്റു നബിമാരോട് പറഞ്ഞത്? തങ്ങൾ വന്നാൽ ലതുഅ്മിനുന്ന ബിഹി, ആ തങ്ങളെ, ആ നബിയെ നിങ്ങൾ വിശ്വസിക്കണം. വലതൻസുറുന്നഹു, നിങ്ങൾ ആ നബിയെ സഹായിക്കണം. ഖാല അഅഖറർതും വഅഖൽതും അലാ ദാലികും ഇസ്രീ, നിങ്ങൾ ആ കരാർ ഏറ്റുപറയുണ്ടോ? കരാർ ചെയ്തു പോയാൽ പോരാ, ആ കരാർ നിങ്ങൾ ഉറപ്പിച്ചില്ലേ? അതൊരു ബാധ്യതയായി നിങ്ങൾ ഏറ്റെടുത്തില്ലേ? അല്ലാഹു തആല ചോദിക്കുകയാണ് മറ്റ് നബിമാരോട്, ഞാൻ ഇപ്പറഞ്ഞ കാര്യം ഒരു ഉടമ്പടിയായി, ഒരു കരാറായി, ഒരു വാക്കായി നിങ്ങൾ ഏറ്റെടുത്തില്ലേ? അത് അംഗീകരിച്ചില്ലേ? അല്ലാഹു തആല തന്നെ ഖുർആനിൽ പറയുന്നു, ഖാലു, അപ്പൊ മറ്റ് അമ്പിയാക്കന്മാർ പറഞ്ഞു, അഖറർന, ഞങ്ങളത് സമ്മതിച്ചിരിക്കുന്നു.
ഞങ്ങൾ ചെയ്തോളാം. ഞങ്ങളുടെ കാലത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നാൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്തു കൊള്ളാം. ഖാല ഫശ്ഹദൂ, എന്നാൽ അതിന് നിങ്ങൾ സാക്ഷി പറയണം. വഅന മഅകും മിനശ്ശാഹിദീൻ, ഞാനും നിങ്ങളോടൊപ്പം സാക്ഷിയാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാന പർവങ്ങളെ ഞാൻ എങ്ങനെ പറയാനാണ്? ഇമാമുകൾ എഴുതിയത് എങ്ങനെ വായിക്കാനാണ്? അത്ര വിശാലമാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം. കാരണമെന്ത്? മനുഷ്യകുലത്തോട് മുഴുവനും അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്തിന്റെ കരാറെടുക്കാൻ പറഞ്ഞപ്പോ അള്ളാഹു തആല ചോദിച്ചോ, അഖറർതും വഅഖൽതും അലാ ദാലികും മിസ്രി, നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ ഒരു കരാറായി സ്വീകരിച്ചോ എന്ന് അള്ളാഹു ചോദിച്ചില്ല. റുബൂബിയ്യത്തെ ബാരി തആല അള്ളാഹു റബ്ബാണെന്ന പ്രഖ്യാപനത്തിന്റെ സമയത്ത് നിങ്ങൾ ഏറ്റെടുത്തില്ലേ എന്ന് ചോദിച്ചില്ല. അൽഹംദുലില്ലാ, നമ്മുടെ ആദരണീയരായ ഉസ്താദ് അവറുകൾ, ദാരിമി ഉസ്താദ്, ബുഖാരി ദഅവാ കോളേജിൽ ഞങ്ങൾക്ക് ഏറെക്കാലം കിതാബുകൾ ഓതിത്തന്ന ആദരണീയരായ ഉസ്താദ് അവറുകൾ വേദിയിലേക്ക് വരുന്നു. അപ്പോൾ അൽഹംദുലില്ലാ, ഇപ്പോൾ വേദിയിലേക്ക് വന്നത് ബുഖാരി ദഅവാ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് തഫ്സീറും ഹദീസും മറ്റ് ഫന്നുകളും ഒക്കെ പല കാലങ്ങളിലായി ഓതിത്തന്ന ആദരണീയരായ ഉസ്താദ് അവറുകളാണ്. അല്ലാഹു തആല അവിടുത്തേക്ക് ആഫിയത്തും സിഹത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അക്കാലത്ത് ഉസ്താദിനോടൊപ്പം ബുഖാരിയിലുണ്ടായിരുന്ന പല ഗുരുവര്യന്മാരും ഇന്ന് ഈ ലോകത്തില്ല. അള്ളാഹു അവരുടെയൊക്കെ പരലോക പദവികൾ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. CA ഉസ്താദും തരുവറ ഉസ്താദും PMK ഉസ്താദും ഔദപ്പു ഉസ്താദും നെല്ലിക്കുത്ത് ഉസ്താദും സുലൈമാൻ ഉസ്താദ്, സഖാഫി ഉസ്താദ് വടപുറവും അവരെല്ലാം നമ്മെ വിട്ടുപിരിഞ്ഞു പോയ ഞങ്ങളുടെ ഉസ്താദുമാരാണ്. അള്ളാഹു അവരുടെ എല്ലാവരുടെയും പരലോക പദവികൾ നീ ഉയർത്തിക്കൊടുക്കണേ റഹ്മാനെ. അവർ പറഞ്ഞതെന്ന അക്ഷരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ വായിക്കുന്നത്. അള്ളാഹുവെ, ഇതിൻ്റെയൊക്കെ ഈ മജ്ലിസിൻ്റെ ഒരു വെളിച്ചവും മിസ്ലു സവാബും ഞങ്ങളുടെ മഹാന്മാരായ ഉസ്താദുമാർ, മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അവരുടെ ഒക്കെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനെ. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പറഞ്ഞു വന്നത്, അല്ലാഹു തആല ആദ്യം മനുഷ്യകുലത്തെ മുഴുവനും ഹാജരാക്കിയിട്ട് ഒരു ഉടമ്പടി എടുത്തു. ഞാൻ റബ്ബാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? ഖാലൂ ബലാ, എല്ലാവരും പറഞ്ഞു അംഗീകരിച്ചു. അവിടെ അല്ലാഹു തആല ചോദിച്ചില്ല, അഖറർതും വഅഖൽതും അലാ ദാലികും മിസ്രി, നിങ്ങൾ ഉറപ്പിച്ചല്ലോ, നിങ്ങളതൊരു കടപ്പാടായി ഏറ്റെടുത്തല്ലോ എന്ന് ചോദിച്ചില്ല. അമ്പിയാക്കന്മാരോട് അവരുടെ ദൗത്യത്തെക്കുറിച്ച് പൊതുവായി ഉലുൽ അസ്മുകളെ വിളിച്ചുകൊണ്ട് സംസാരിച്ചു, ഉടമ്പടിയെടുത്തു. അപ്പോഴും അല്ലാഹു ചോദിച്ചില്ല, അഖറർതും വഅഖൽതും അലാ ദാലികും മിസ്രി, നിങ്ങൾ ഉറപ്പിച്ചില്ലേ എന്ന് ചോദിച്ചില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട മഹബൂബ്, യാനി മഹബൂബോ മുഹിബ്ബ് മേ നഹി മേരാ തേരാ, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കണം. റസൂലും മുസദ്ദിഖുൽ ലിമാ മഅകും, നിങ്ങളുടെ പക്കലുള്ള പ്രമാണങ്ങളെ സത്യസന്ധമാണെന്ന് അറിയിച്ചു കൊണ്ടുവരുന്ന നബിയെ, ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന, നിങ്ങൾക്ക് വേറെ ഒരു വഴിയും ഇല്ല, നിർബന്ധമായും നിങ്ങൾ വിശ്വസിക്കണം, നിർബന്ധമായും നിങ്ങൾ സഹായിക്കണം. എന്നിട്ട് അള്ളാഹു വീണ്ടും ചോദിക്കുകയാണ്, അഖറർതും വഅഖൽതും അലാ ദാലികും ഇസ്രി, നിങ്ങളൊക്കെ സമ്മതിച്ചില്ലേ അമ്പിയാക്കന്മാര് മഅ്സൂമുകളാ, അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കെതിരായി ഒന്നും അവർ ചെയ്യില്ല, ഒന്നും അവർ പറയില്ല. ആ അമ്പിയാക്കന്മാരോട് വളരെ സ്ട്രോങ് കൽപ്പനയാണ്, ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന, അല്ലാഹു തആല നിർബന്ധമായും നിങ്ങൾ വിശ്വസിക്കണം, നിർബന്ധമായും സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെയും ചോദിക്കുകയാണ്, അഖറർതും വഅഖൽതും അലാ ദാലികും ഇസ്രി,
അപ്പോൾ അല്ലാഹു തആല ഇതിന് കൊടുത്ത പ്രാധാന്യം എത്രയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലെ ആരുമില്ല. യാ അക്രമൽ ഖൽഖ് എന്ന് പറയാൻ അല്ലാഹു തആല സ്വീകരിച്ച ശൈലി നോക്കൂ നിങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനങ്ങൾ എടുത്തു നോക്കുമ്പോൾ വെളുക്കും വരെ പറഞ്ഞാൽ തീരാത്ത ആശയസാരങ്ങളെ ഇമാമുകൾ എഴുതി വെക്കുകയാണ്. വേറെ ഒരു കരാറിലും അല്ലാഹു തആല ഇത്രമേൽ സ്ട്രോങ് ആയി പറയുന്നില്ല. അഖറർതും വഅഖൽതും അലാ ദാലികും ഇസ്രീ, ഇത് നിങ്ങൾ ഉറപ്പിച്ചില്ലേ? ഖാലൂ, അപ്പ തന്നെ അമ്പിയാക്കന്മാര് പറഞ്ഞു, അഖറർനാ, ഞങ്ങളത് അംഗീകരിച്ചിരിക്കുന്നു. എന്നിട്ടും അള്ളാഹു അവസാനിപ്പിച്ചില്ല. ഫശ്ഹദൂ, നിങ്ങൾ സാക്ഷി പറയണം. അള്ളാഹുവിന്റെ റുബൂബിയ്യത്ത് പറയുമ്പോൾ ഇതൊന്നും പറഞ്ഞില്ല. കാരണം എന്താ? റിസാലത്ത് പറഞ്ഞാൽ റിസാലത്താണ് ഏറ്റവും ആദ്യമായി ഉറക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ പരിശുദ്ധമായ ഈ ലോകത്ത് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയാണ്. ആ സഹീഹുൽ ബുഖാരിയുടെ ആദ്യത്തെ അധ്യായം കൈഫ കാന ബദഉൽ വഹയി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റിസാലത്തിനെയും വഹയിനെയും സ്ഥിരപ്പെടുത്തലാണ്. അത് സ്ഥിരപ്പെട്ടാലേ തൗഹീദ് സ്ഥിരപ്പെടൂ. അത് സ്ഥിരപ്പെട്ടാലേ തൗഹീദിനെ വേണ്ട പോലെ അറിയൂ. അത് സ്ഥിരപ്പെട്ടാലേ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിന്റെ ശരിയായ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയൂ. അതുകൊണ്ടാണ് അള്ളാഹുവിനെ വേണ്ട പോലെ ജനങ്ങൾ അറിയണമെങ്കിൽ ആദ്യം അറിയേണ്ടത് ആരെയാണ്? ചമക് തുജ് സേ പാത്തേ ഹേ സബ് പാനെ വാലേ, മേരാ ദിൽ ഭീ ചമകാ ദേ ചമകാനെ വാലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയണം. ഇവിടെ എന്തുകൊണ്ടാണ് ഈ 18 വർഷവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് തന്നെ പറയുന്നത്? 18 അല്ല, 180 അല്ല, 1800 അല്ല. എത്ര പറഞ്ഞാലും ഉലകത്തിന് മുഴുവനും പ്രമേയങ്ങളുടെ അടിസ്ഥാന ശിലയാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങൾ. അല്ലാഹു തആല അമ്പിയാക്കന്മാരോട് പറയാണ്, ഫശ്ഹദൂ വഅന മഅകും മിനശ് ഷാഹിദീൻ, ഞാൻ നിങ്ങളോടൊപ്പം സാക്ഷിയാണ്. നാളെയല്ല എന്നും നിങ്ങൾ ഇത് അംഗീകരിച്ചിട്ടുണ്ട് എന്നതിന് നിങ്ങൾ സാക്ഷി പറഞ്ഞു, ഞാനും അതിനൊപ്പം സാക്ഷി പറയുകയാണ്. ഇനിയൊരു കാര്യം, വേറൊരു നബിയുടെയും കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കൂല എന്ന് അള്ളാഹുവിനറിയാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കൂല എന്ന് ആർക്കേ അറിയൂ? അള്ളാഹുവിനെ അറിയൂ. ആ അള്ളാഹുവാണ് ഇബ്രാഹിം നബിയോട് പറയണത്, നൂഹ് നബിയോട് പറയണത്, ആദം നബിയോട് പറയണത്, ഇദ്രീസ് നബിയോട് പറയണത്, നൂഹ് നബിയോട് പറയണത്, എല്ലാ നബിമാരോടും പറയണത്. ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه. അള്ളാഹുവിനറിയാം ആ നബിമാരുടെ കാലത്തൊന്നും അയക്കൂലാന്ന്. പിന്നെന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പദവി പറയാനാണ്, അവിടുത്തെ ബഹുമാനം അത്രമേലുണ്ടെന്ന് അറിയിക്കാനാണ്. അല്ലാതെ അള്ളാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം നബിന്റെ കാലത്തെങ്ങാനും വന്നു പോവെന്നറിയാഞ്ഞിട്ടല്ല, നൂഹ് നബിന്റെ കാലത്തെങ്ങാനും വന്നു പോവെന്നറിയാഞ്ഞിട്ടല്ല. അവസാനമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള റബ്ബാണ് മറ്റമ്പിയാക്കന്മാരോട് പറയണത്, നിങ്ങളുടെ എല്ലാവരുടെയും നുബൂവത്തും റിസാലത്തും ഞാൻ എൻ്റെ മെഹബൂബിനോട് ചേർത്താണ് വെച്ചിരിക്കുന്നത്. അതാണ് ബൂസീരി ഇമാം തങ്ങൾ പറഞ്ഞത്, വകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസൂ
ഉറഫം മിനൽ ബഹരി ഔ റശ്ഫം മിനദ്ദിയമി വവാഖിഫൂന ലദൈഹി ഇൻദ ഹദ്ദിഹിമി മിൻ നുഖ്തത്തിൽ ഇൽമി ഔ മിൻ ശക്ലത്തിൽ ഹികമി മൗലായ. ഇപ്പൊ നമ്മൾ മൗലായ ചൊല്ലിയില്ലെങ്കിൽ എപ്പോഴാണ് ചെല്ലുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എല്ലാ നബിമാരോടും പറഞ്ഞത്, നിങ്ങളുടെ നുബുവത്ത് മുഴുവനും എൻ്റെ പുണ്യനബി വരുമ്പോൾ തീരുന്നതാണ്. എൻ്റെ പുണ്യനബിയുടെ നുബുവത്തിൻ്റെ താഴെയാണ് നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുള്ളത് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. നിങ്ങളുടെ എല്ലാം ലൈസൻസ് ഞാൻ സുപ്രീം ലൈസൻസ് കൊടുത്ത നബി വരുമ്പോൾ ക്യാൻസലാകുന്ന ലൈസൻസാണ്. എപ്പോഴും എന്നെ ഓർക്കുന്നതോടൊപ്പം എൻ്റെ ഹബീബിനെയും ഓർക്കണമെന്ന് അമ്പിയാക്കന്മാരെ അറിയിക്കാനാണ് അല്ലാഹു തആല പറഞ്ഞത്. ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു. നിങ്ങൾ അവിടുന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കണേ, സ്വീകരിക്കണേ. എന്നിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഫഇന്നഹു വല്ലാഹ്. ഇമാം അബൂ യഅല മുസ്നദിൽ ഉദ്ധരിക്കുകയാണ്, ഫഇന്നഹു വല്ലാഹി ലൗ കാന മൂസാ ഹയ്യൻ ബൈന അളുഹുരിക്കും. നിങ്ങളുടെ ഇടയിലെങ്ങാനും മൂസാ നബി ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇല്ലാ അൻ യത്തബിഅനി, എന്നെ പിന്തുടരുകയല്ലാതെ മൂസാ നബിക്ക് വേറെ നിയമമില്ല. ലൗ കാന മൂസാ ഹയ്യൻ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ. മൂസാ നബി എങ്ങാനും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്നെ അനുകരിക്കുകയല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. ഇത്ര വലിയ പദവി പറഞ്ഞപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് ആ ഉമ്മത്തിൽ ഒരു മെമ്പർ ആവണം. എന്നാൽ ആ നബിയെ നിയോഗിക്കുന്നത് വരെ തൽക്കാലം അവിടെ ജീവിച്ചിരുന്നോളൂ. ഈസാ അലൈഹിസ്സലാം വരും, അത് ഈ ഉലകത്തിലെ ഏറ്റവും നല്ല നാളുകൾക്ക് വേണ്ടി വരും. അപ്പോൾ ഈസാ അലൈഹിസ്സലാം വരുന്നത് ഇഞ്ചീൽ ലോകത്തോട് പങ്കുവെച്ചു കൊടുക്കാൻ വേണ്ടിയല്ല. ഈസാ നബി അലൈഹിസ്സലാം ലോകത്ത് അവതരിപ്പിച്ച ഇഞ്ചീൽ പാരായണം ചെയ്ത് ജനങ്ങളെ വിളിക്കാൻ വേണ്ടിയല്ല ഈസാ നബി അലൈഹിസ്സലാം വരിക. ഈസാ നബി അലൈഹിസ്സലാമിന് മോഹമുണ്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ പെടാൻ. അതുകൊണ്ടാണ് ഈസാ അലൈഹിസ്സലാം ഇനി ഈ ഉമ്മത്തിലെ ഒരു മെമ്പറാണ്. അത് അല്ലാമ ഇബ്നു കസീർ തഫ്സീറുൽ ഖുർആനിൽ അളീമിൽ എഴുതുകയാണ്, ലൗ കാന മൂസാ വ ഈസാ ഹയ്യൈനി ലമാ വസിഅഹുമാ ഇല്ല ഇത്തിബാഇ. മൂസാ നബിയും ഈസാ നബിയും ജീവിച്ചിരുന്നാൽ എന്നെ അനുകരിക്കുകയല്ലാതെ വേറെ ഒരു നിയമം അവർക്കില്ല, വേറെ ഒരു മാർഗം അവർക്കില്ല. അപ്പോൾ ഈസാ അലൈഹിസ്സലാമിന് വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്തിനെ ശക്തിപ്പെടുത്താനാണ്. ഇന്ന് നമ്മൾ പറഞ്ഞ ഭാഗം ഒന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്തെന്നല്ലേ, അല്ലാഹു തആല 3 പ്രധാനപ്പെട്ട ഉടമ്പടികളാണ് ഖുർആനിൽ പറഞ്ഞത്. ഒന്ന് അല്ലാഹുവിൻ്റെ റുബൂബിയ്യത്ത്, അല്ലാഹു റബ്ബാണ്, സൃഷ്ടാവാണ്, പരിപാലകനാണെന്ന് മനുഷ്യകുലത്തോട് മുഴുവനും നടത്തിയ എഗ്രിമെൻ്റാണ്. അന്ന് നമ്മളും ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഓർമ്മയില്ല. അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഓർമ്മയില്ലേ എന്ന് ഖുർആനിൽ ചോദിച്ചത്. രണ്ടാമത്തെ ഉടമ്പടി അമ്പിയാക്കന്മാരുടെ ഡ്യൂട്ടി സംബന്ധിച്ച ഉടമ്പടിയാണ്. ആ സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചത്, അത് ഓർമ്മയില്ലേ നബിയേ? എല്ലാ അമ്പിയാക്കന്മാരോടും അല്ലാഹു തആല സ്പെഷ്യൽ ഉടമ്പടി എടുക്കുകയാണ്.
ആ ഉടമ്പടിയെപ്പോലെ സ്ട്രോങ് ആയ ഒരു ഉടമ്പടി ഖുർആൻ വേറെ പറയുന്നില്ല. ചില സ്ഥലത്ത് മീസാഖൻ ഗലീള എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞെങ്കിലും അഖറർതും വഅഖൽതും അലാ ദാലികും മിസ്രി, നിങ്ങൾ സമ്മതിച്ചോ, നിങ്ങളൊരു കടമയായി ഏറ്റെടുത്തോ, എന്നാൽ നിങ്ങൾ സാക്ഷി പറയണം, എന്നാൽ നിങ്ങൾ പ്രഖ്യാപിക്കണം. ഇങ്ങനെ ആവർത്തിച്ച് അല്ലാഹു തആല അമ്പിയാക്കന്മാരിൽ നിന്ന് എഗ്രിമെന്റ് ചെയ്തത് ആരെക്കുറിച്ചാണ്? അഫ്ളലുർ റുസുലി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അതുകൊണ്ടാണ് പരലോകത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു വലിയ പദവി അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ആ പദവി എന്താണ്? പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസായിലെ 41-ാമത്തെ സൂക്തം പറയാണ്, ഫകൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് وجئنا بك على هؤلاء شهيدا. കഴിഞ്ഞുപോയ മുഴുവൻ ജനതയ്ക്കും തങ്ങൾ സാക്ഷിയാണ്. കഴിഞ്ഞുപോയ മുഴുവൻ ജനതയ്ക്കും തങ്ങൾ സാക്ഷിയാണ്. തങ്ങൾ വിറ്റ്നസ്സാണ്. തങ്ങൾ സാക്ഷിയാകണമെങ്കിൽ തങ്ങൾ അതിന് മുഴുവനും സാന്നിധ്യമുള്ള ആളായിരിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ശരിക്ക് ദൗത്യം നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ആ ഉമ്മത്തിനെയും നബിയെയും നിർത്തിയിട്ട് നാളെ ചോദിക്കും. അതിനെ സാക്ഷി പറയേണ്ടത് ആരാണ്? പേരക്കുട്ടിയായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സമ്മതിക്കണമെങ്കിൽ ഇബ്രാഹിം നബിയുടെ കാലത്തെക്കുറിച്ച് സാന്നിധ്യവും അറിവും വേണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അപ്പോഴേ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ് ഷാഹിദായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ ഷാഹിദാണ്. കാലങ്ങൾക്ക് മുഴുവനും സാക്ഷിയാണ്. നാളെ വരുമ്പോൾ നമ്മുടെ ഈ കാലത്തിനും സാക്ഷിയാണ്. അതിലേക്ക് അടുത്ത ഒരു ദിവസം നമ്മൾ വരുന്നുണ്ട്. ഇങ്ങനെ ലോകത്തെ മുഴുവനും ഏറ്റവും അത്യുന്നത പദവിയാണ് യാ അക്രമൽ ഖൽഖി, ഓ സൃഷ്ടികളിൽ അത്യുന്നതരായ നബിയേ. നമ്മൾ സാധാരണ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോഴും ഈ സമൂഹത്തിലെ ഏറ്റവും ഉന്നത വ്യക്തി എന്ന് പറയും. അതൊക്കെ ആപേക്ഷികമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് യാഥാർത്ഥ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തുലനം ചെയ്യാൻ ഒരാളുമില്ല, മേലെ പറയാൻ ആരുമില്ല, ചേർന്ന് നിൽക്കുന്ന ആരുമില്ല. അങ്ങനെയുള്ള ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം അക്രമുൽ ഖൽഖായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു ഭാഗം ഞാൻ ഇവിടെ മെല്ലെ നിർത്തുകയാണ്. അക്രമുൽ ഖൽഖിലെ ഒരു ഭാഗമാണ് ഞാൻ പറഞ്ഞത്. അത് മഹാന്മാരായ ഇമാമുകൾ എഴുതിയ ഗ്രന്ഥം 100 കണക്കിന് പേജുണ്ട്, അതിലേക്ക് പോണില്ല. എന്നാൽ ഈ അക്രമുൽ ഖൽഖിന്റെ എല്ലാ ഭാഗവും പറയാൻ നമ്മുടെ ഇക്കൊല്ലത്തെ പരമ്പരയ്ക്ക് സാധിക്കില്ല. അത്രമേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക്രമുൽ ഖൽഖി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ. ഇനിയോ അടുത്ത ഒരു പോയിന്റ് ഞാൻ പറയുന്നത് ഫീ കറാമത്തി അസ്ലിഹി വതഹാറത്തി നസബിഹി. അല്ലാഹു തആല ലോകത്തെ അയച്ചതിൽ ഏറ്റവും ബഹുമാനമുള്ള വ്യക്തിയാരാണ്? പാരമ്പര്യം കൊണ്ട് നോക്കിയാലും പിതൃപരമ്പര നോക്കിയാലും മാതൃപരമ്പര നോക്കിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേലെ ബഹുമാനമുള്ള ഒരാളുമില്ല. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. മഹാനരായ സയ്യിദുന വാസിലത്ത് ഇബ്നുൽ അസ്ഖഅ റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ഇന്നല്ലാഹ അസ്തഫാ കിനാനത മിൻ വലദി ഇസ്മാഈല, ഇസ്മാഈൽ നബിയുടെ പരമ്പരയിൽ നിന്ന് കിനാനെ അല്ലാഹു ബഹുമാനം നൽകി തെരഞ്ഞെടുത്തു. വസ്തഫാ ഖുറൈശൻ മിൻ കിനാന, കിനാന ഗോത്രത്തിൽ നിന്ന് ഖുറൈശി കുലത്തെ അല്ലാഹു ബഹുമാനിച്ചു, തെരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ഖുറൈശിൻ ബനി ഹാഷിമിൻ, ഖുറൈശികളിൽ നിന്ന് ഹാഷിം സന്തതികളെ അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്തു.
വസ്തഫാനി മിൻ ബനി ഹാഷിമിൻ, ബനൂ ഹാഷിമിൽ നിന്ന് എന്നെയാണ് ഏറ്റവും സെലക്ട് ചെയ്തത്, ഏറ്റവും തെരഞ്ഞെടുത്തത് എന്നെയാണ്. ലോകത്തുള്ള മുഴുവൻ കുടുംബങ്ങളെയും നോക്കിയാൽ ഏറ്റവും ഉന്നതമായ കുടുംബം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബമാണ്. ലോകത്തുള്ള എല്ലാ താവഴികളെയും നോക്കിയാൽ ഉന്നതമായ താവഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താവഴിയാണ്. ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് വായിക്കാം. അനിൽ മുത്തലിബ് ബിൻ അബി റിഫാഅ റളിയല്ലാഹു അൻഹു പറയാണ്, ജാ അൽ അബ്ബാസ് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. ഫകഅന്നഹു സമിഅ ശൈഅൻ, എന്തോ ഒന്ന് വർത്തമാനം പറഞ്ഞത് കേട്ട മാതിരിയുണ്ട്, എന്തോ ഒരു വർത്തമാനം അവിടെ നടക്കുന്നുണ്ട്. ഫഖാമ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ മിമ്പർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിന് മേലെ കയറി. ഫഖാല മൻ അന, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഫഖാലു, സ്വഹാബികൾ പറഞ്ഞു, അൻത റസൂലുള്ളാഹ് അലൈക്കസ്സലാം, അവിടുന്ന് അള്ളാഹുവിൻ്റെ ദൂതരാണ്, അള്ളാഹുവിൻ്റെ സലാം അവിടുത്തേക്കുണ്ടാവട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുല്ലാഹിയുടെ മകനായ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ, അല്ലാഹു സൃഷ്ടിപ്പ് നിർവഹിച്ചു. ഫജഅലനീ മിൻ ഖൈരിഹിം ഫിർഖ, എന്നെ അതിൽ ഏറ്റവും മെച്ചപ്പെട്ട വിഭാഗത്തിലാക്കി. ثم جعلهم فرقتين, പിന്നെ ആ വിഭാഗത്തെ വീണ്ടും രണ്ട് വിഭാഗമാക്കി. ഫജഅലനീ ഫീ ഖൈരിഹിം ഫിർഖ, അതിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ട കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തി. ثم جعلهم قبائل, പിന്നെ അല്ലാഹു അവരെ ഗോത്രങ്ങളാക്കി. ഫജഅലനീ ഫീ ഖൈരിഹിം ഖബീലതൻ, തറവാട് കൊണ്ട് ഏറ്റവും മെച്ചപ്പെട്ട തറവാടിൽ എന്നെയാക്കി. ثم جعلهم ബുയൂതാ, പിന്നെ ഭവനങ്ങളായി അല്ലാഹു അതിന് വഴിപിരിവുകളെ നൽകി. ഫജഅലനീ ഫീ ഖൈരിഹിം ബൈതൻ വഖൈരിഹിം നസബാ, പരമ്പര വെച്ച് നോക്കിയാലും തറവാട് വെച്ച് നോക്കിയാലും കുടുംബം വെച്ച് നോക്കിയാലും ഞാൻ തന്നെയാണ് ഏറ്റവും മെച്ചപ്പെട്ട കുടുംബവും മെച്ചപ്പെട്ട വ്യക്തിയും എന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ബൂസീരി ഇമാം വിളിക്കുന്നത് യാ അക്രമൽ ഖൽഖി, സൃഷ്ടികളിൽ ഏറ്റവും ഉന്നത ബഹുമാനമുള്ളവരെ. ഈ ഹദീസ് ഹസനായ ഹദീസാണ്, ഇമാം തുർമുദി ഉദ്ധരിച്ച ഹദീസ്. നേരത്തെ പറഞ്ഞ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ആധികാരികമായ രചനകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയുടെ മഹത്വം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ചില ഹതഭാഗ്യന്മാരായ ആളുകൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയെക്കുറിച്ച് അപമാനം പറയുന്നവരുണ്ട്. നഊദു ബില്ലാഹ്, ഒരു വിശ്വാസിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രയോഗങ്ങളാണത്. അള്ളാഹു അവരുടെ വിപത്തിൽ നിന്ന് നമ്മളെയും നാടുകളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും ഉത്തമരായ വ്യക്തിയാണ് ഞാൻ, ഏറ്റവും ഉത്തമമായ കുടുംബമാണ് എൻ്റേത്. മതത്തിൻ്റെ ഭാഷയിൽ ഔന്നിത്യം എന്ന് പറയണമെങ്കിൽ അടിസ്ഥാനപരമായി ഈമാൻ വേണം, എന്നാലേ പറയാൻ പറ്റൂ. ഉന്നതം എന്ന് പറയണമെങ്കിൽ തന്നെ ഈമാൻ വേണം. ആ ഈമാൻ ഇല്ലാത്ത ഒരാളും എൻ്റെ പരമ്പരയിലില്ല. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്യുകയാണ്, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ജിബ്രീൽ അലൈഹിസ്സലാം ഖാല ഖല്ലബ്തു മശാരിഖൽ അർളി വമഗാരിബഹാ, ഞാൻ പൂർവ പശ്ചിമഘട്ടങ്ങളെ മുഴുവനും ഞാൻ ഇളക്കി മറിച്ചു. ഫലം അജിദ് റജുലൻ അഫ്ളല മിൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ശ്രേഷ്ഠരായ ഒരാളെയും ഈ ലോകത്തിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് മുഴുവനും ഇളക്കി മറിച്ച് പരിശോധിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ഔന്നത്യമുള്ള ഒരാളെയും കാണാൻ കഴിഞ്ഞില്ല.
ഇമാമു തബറാനിയും ബൈഹഖിയും ഉദ്ധരിച്ച ഹദീസാണ്. വലം അറ ബൈതൻ അഫ്ളല മിൻ ബൈതി ബനി ഹാഷിമിൻ, ബനൂ ഹാഷിമിനേക്കാൾ ഉത്തമമായ ഒരു വീടും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ള വീടിൻ്റെയും കുടുംബത്തിൻ്റെയും തറവാടിൻ്റെയും ആളാണ് സയ്യിദുൽ വറാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹബിഹി വസല്ലം തങ്ങൾ. ഷാദ് ഹേ ഫിർദൗസ് യാനി ഏക് ദിൻ ഖിസ്മത്തെ ഖുദ്ദാം ഹോ ഹി ജായേഗാ. शाद है फिरदौस यानी एक दिन खिदमते खुद्दाम हो ही जाएगा. लुत्फ उनका आम हो ही जाएगा. शाद हरना काम हो ही जाएगा. മഹാനായ ഇമാം അഹ്മദ് റിളാ ഖാൻ തങ്ങൾ തന്നെ പറയാണ്, ബേനിഷാനോ കാനിഷാ മിടതാ നഹീ, ബേനിഷാനോ കാനിഷാ മിടതാ നഹീ, മിടത്തെ മിടത്തെ നാം ഹോ ഹി ജായേഗാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവമതിക്കാൻ ആളുകൾ ഒരുങ്ങും തോറും അവിടുത്തെ വ്യക്തിത്വം ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ബേനിഷാനോ കാനിഷാ മിടതാ നഹീ, മിടത്തെ മിടത്തെ നാമോ ഹോ ഹി ജായേഗാ. ആക്ഷേപിക്കുന്നവരുടെ വാക്കിലൂടെ, അധിക്ഷേപിക്കുന്നവരുടെ ഇടപെടലിലൂടെ, കുറ്റം പറയുന്നവരുടെ പ്രയോഗങ്ങളിലൂടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകം പഠിക്കാൻ ഒരുങ്ങും. അങ്ങനെ പഠിക്കാൻ ഒരുങ്ങുമ്പോൾ അവർക്ക് അവസാനം പറയേണ്ടി വരും, അഫ്ളലുർ റുസുലി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹബിഹി വസല്ലം തങ്ങളെ പറയേണ്ടി വരും. അങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് ഇന്ന ഖുറൈശൻ ജലസൂ ഫതദാകറൂ അഹ്സാബഹും ബൈനഹും ഫജഅലൂ മസലക മസല നഖ്ലത്തിൻ ഫീ കബവത്തിൻ മിനൽ അർളി. അല്ലയോ ഹബീബായ തങ്ങളെ, ഖുറൈശികൾ അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ തറവാട് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫജഅലൂ മസലക മസല നഖ്ലത്തിൻ ഫീ കബവത്തിൻ മിനൽ അർളി, ഭൂമിയുടെ ഒരു കുന്നിന്മേലുള്ള ഈത്തപ്പനയോടാണ് തങ്ങളെ അവർ ഉദാഹരിച്ചു കൊണ്ടിരിക്കുന്നത്. ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ ഫജഅലനി മിൻ ഖൈരിഹിം മിൻ ഖൈരി ഫിറഖിഹിം വഖൈരിൽ ഫരീഖീൻ ثم تخير القبائل فجعلني من خير قبيلة ثم خير البيوت فجعلني من خير بيوتهم فأنا خيرهم نفسا وخيرهم بيتا. അള്ളാഹു ലോകത്ത് പടച്ചതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ വ്യക്തിത്വവും ഏറ്റവും ഉന്നതമായ കുടുംബവും എന്തേതാണ്? ഇമാം അഹ്മദ്, ഇമാം തുർമുദി, ബഹുമാനപ്പെട്ട ഇമാം ബസ്സാർ, അബൂ നുഐം ഇവരെല്ലാം ഉദ്ധരിച്ച് ഹസനാണെന്ന് പറഞ്ഞ ഹദീസിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ ലോകത്തുള്ള എല്ലാ തറവാടും എല്ലാ കുടുംബവും എല്ലാ കബീലയും എല്ലാ വ്യക്തികളെയും സൂക്ഷ്മ പരിശോധന നടത്തിയാൽ അതിൽ ഏറ്റവും മെച്ചപ്പെട്ട വ്യക്തി ഞാനാണ്, ഏറ്റവും മെച്ചപ്പെട്ട കുടുംബം എൻ്റേതാണ്. ഇതെല്ലാം വായിച്ചറിയുന്ന ബൂസീരി ഇമാം തങ്ങളാണ് പറയുന്നത്, യാ അക്രമൽ ഖൽഖി, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതരായ നബിയേ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹബിഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ്. ഇനി വളരെ മനോഹരമായ ഒരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഇന്നല്ലാഹ തആല ഖസമൽ ഖൽഖ ഖിസ്മൈനി ഫജഅലനി ഫീ ഖൈരിഹിമാ ഖിസ്മൻ ഫദാലിക ഖൗലുഹു തആല അസ്ഹാബുൽ യമീൻ വഅസ്ഹാബുശ് ശിമാൽ. അല്ലാഹു തആല വലതുപക്ഷമെന്നും ഇടതുപക്ഷമെന്നും രണ്ടു പക്ഷമായി ഖുർആനിൽ മനുഷ്യരെ വേർതിരിച്ചിട്ടുണ്ട്. ഫഅന മിൻ അസ്ഹാബിൽ യമീൻ, ഞാൻ വലതുപക്ഷത്തിൽപ്പെട്ട ആളാണ്. ഇന്നത്തെ വലതുപക്ഷമല്ല, ഇന്നത്തെ വലതുപക്ഷം തീവ്രവാദികളാ. ഇന്നത്തെ വലതുപക്ഷ തീവ്രവാദമാണ് സയണിസം. ഇന്നത്തെ വലതുപക്ഷ തീവ്രവാദമാണ് ഫാഷിസം. ഇന്നത്തെ വലതുപക്ഷ തീവ്രവാദത്തിൻ്റെ ഇരകളാണ് ഫലസ്തീനിലെ മക്കൾ. പണ്ട് ഇടതുപക്ഷത്തിനായിരുന്നു തീവ്രവാദം. അങ്ങനെയാണ് ഉസ്ബെക്കിസ്ഥാനും കസാക്കിസ്ഥാനും അസർബൈജാനും USSRന്റെ കീഴിലുള്ള രാജ്യങ്ങൾ മുഴുവനും ഛിന്ന ഭിന്നമായി ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയത് ഇടതുപക്ഷ വിചാരങ്ങളിലൂടെയാണ്. ഇന്നത്തെ വലതുപക്ഷം, സയണിസത്തിൻ്റെ വലതുപക്ഷം, അത് രാഷ്ട്രീയപരമായ പ്രയോഗമാണ്. മതപരമായ വലതുപക്ഷം എന്ന പ്രയോഗം ഇവിടെ ബാധകമല്ല. രണ്ടും രണ്ടാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞു, വഅസ്ഹാബുശ് ശിമാൽ. അല്ലാഹു തആല അസ്ഹാബുൽ യമീൻ വഅസ്ഹാബുശ് ശിമാൽ എന്ന് പറഞ്ഞ് രണ്ട് വിഭാഗമായി മനുഷ്യരെ തിരിച്ചു. ഫഅന മിൻ അസ്ഹാബിൽ യമീൻ, ഞാൻ അതിലെ വലതുപക്ഷത്താണ്. വഅന മിൻ ഖൈരി അസ്ഹാബിൽ യമീൻ, ഞാൻ കേവലം അതിലൊരു മെമ്പറല്ല, അതിൽ ഏറ്റവും മെച്ചപ്പെട്ട ആളാണ്. ثم جعل القسمين بيوتا, പിന്നെ ഈ രണ്ട് വിഭാഗങ്ങളെയും വ്യത്യസ്ത ഭവനങ്ങളാക്കി. ഫജഅലനി ഫീ ഖൈരിഹിമാ ബൈതൻ, അതിലേറ്റവും ഉന്നത ഭവനത്തിൽ എന്നെ ചേർത്തു. ഫദാലിക ഖൗലുഹു, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രയോഗം. ഫഅസ്ഹാബുൽ മൈമനതി മാ അസ്ഹാബുൽ മൈമന വഅസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ വസ്സാബിഖൂന അസ്സാബിഖൂൻ. അസ്സാബിഖൂന ഇലൽ ഖൈറാത്തി ഹുമുസ് സാബിഖൂന ഇലൽ ജന്ന. അസ്ഹാബുൽ യമീനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാബിഖീങ്ങളെ തിരഞ്ഞെടുത്തു. അസ്സാബിഖൂന ഇലൽ ഖൈറാത്ത് ഹുമുസ് സാബിഖൂന ഇലൽ ജന്ന വസ്സാബിഖൂന അൽഅവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അപ്പോൾ സാബിഖീങ്ങളായ ആളുകളെ തിരഞ്ഞെടുത്തു. ഫഅന മിൻ ഖൈരിസ് സാബിഖീൻ, ഞാൻ ആ മുന്നിട്ട് വന്ന് വിജയിച്ചവരിൽ ഏറ്റവും മെച്ചപ്പെട്ട ആളാണ്. ثم جعل البيوت قبائل فجعلني من خيرها قبيلة. അല്ലാഹു തആല പിന്നെ കബീലകളായി തിരിച്ചു. അതിലേറ്റവും നല്ല കബീലയിൽ എന്നെ തെരഞ്ഞെടുത്തു. فذلك قوله تعالى شعوبا وقبائل. അല്ലാഹു തആല പിരിവുകളും അല്ലെങ്കിൽ ബ്രാഞ്ചുകളും കുടുംബങ്ങളുമാക്കി എന്ന് പറഞ്ഞല്ലോ. അതിലേറ്റവും നല്ല കബീലയിൽ നിന്നാണ് ഞാൻ. ഫഅന അത്ഖാ വലദി ആദം, മനുഷ്യ സന്തതികളിലെ ഏറ്റവും തഖ്വയുള്ള ആൾ ഞാനാണ്. വഅക്റമുഹും അലല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള ആളും ഞാനാണ്. വലാ ഫഖ്റ, ഞാൻ ഗമ പറയുകയല്ല, ഉള്ളത് പറയാണ്. അന അക്റമുഹും അലല്ലാഹ് യാ അക്റമൽ ഖൽഖി മാ ലീ മൻ അലൂദു ബിഹി. ഇമാം ബൂസീരി തങ്ങൾ പ്രയോഗിച്ചത് ഈ ആശയങ്ങളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ടാണ്. വഅക്റമുഹും അലല്ലാഹി, അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള ആൾ ഞാനാണ്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉന്നതർ നിങ്ങളിൽ വെച്ച് ഏറ്റവും തഖ്വയുള്ളവരാണ്. അപ്പോൾ ഒരു ചോദ്യം അവിടെ ഉയരും, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ തഖ്വയുള്ള ആളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു അന അത്ഖാകും ബില്ലാഹി വഅഖ്ശാകും ബിഹി അന. അതാരാണെന്ന് അന്വേഷിച്ച് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല.
അത് ഞാൻ തന്നെയാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളെല്ലാവരെയും പരിശോധിച്ചാൽ നിങ്ങളുടെ ടോപ്പ് ലീഡർ നിങ്ങളിലെ അത്തക്കയായ ആളാണ്. അതാരാണ് എന്ന് ചോദിച്ച് നിങ്ങൾ അന്വേഷിച്ച് നടക്കണ്ട. അത്ഖാക്കും ബില്ലാഹ്, അല്ലാഹുവിൻ്റെ കൽപ്പനകളെ വേണ്ട പോലെ പാലിക്കുന്നതിൽ 1-ാം നമ്പർ ഞാനാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ കൽപ്പനകളെ ശിരസാ വഹിക്കുന്നതിൽ 1-ാം നമ്പർ ഞാനാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലീഡറും ഞാനാണ്. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്, അനാത്തഖാ വലദി ആദം, ഞാനാണേ ആദം മക്കളിൽ വെച്ച് ഏറ്റവും തഖ്വയുള്ള ആൾ. വഅക്റമുഹും അലല്ലാഹ്, അല്ലാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ള ആളും ഞാനാണ്. വലാ ഫഖ്റാ, ഞാൻ പെരുമ പറയാൻ പറഞ്ഞതല്ല, ഉള്ളത് പറഞ്ഞതാണ്. ثم جعل القبائل بيوتا فجعلني في خيرها بيتا, ഗോത്രങ്ങളിൽ ഭവനങ്ങൾ ഉണ്ടായി. ആ ഭവനങ്ങളിൽ വെച്ചും ഏറ്റവും നല്ല ഭവനം എൻ്റേതാണ്, ഏറ്റവും നല്ല കുടുംബം എൻ്റേതാണ്. അതെവിടെയാണ് ഖുർആനിൽ പറഞ്ഞത്? ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈതി വയുതഹിറകും തത്ഹീറാ. അല്ലാഹു തആല മാലിന്യമുക്തമാക്കി പവിത്രമാക്കിയ കുടുംബം അതെൻ്റെ കുടുംബമാണ്. സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞു. കബീലകളായി തിരിച്ചു എന്ന് സൂറത്തുൽ ഹുജറാത്തിൽ പറഞ്ഞു. സാബിഖീങ്ങളുടെ മഹത്വം സൂറത്തുൽ വാഖിഅയിൽ പറഞ്ഞു. അസ്ഹാബുൽ യമീൻ വ അസ്ഹാബുൽ ശിമാൽ സൂറത്തുൽ വാഖിഅയിൽ പറഞ്ഞു. ഈ ഖുർആനിൻ്റെ പരാമർശങ്ങൾ മുഴുവനും വെച്ച് പറഞ്ഞാൽ അക്രമുൽ ഖൽഖ് ഞാനാണ്, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നത സ്ഥാനമുള്ള ആൾ ഞാനാണ്. അപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ മഹാനരായ ഇമാം ബൂസീരി തങ്ങൾ യാ അക്രമൽ ഖൽഖി എന്ന് വിളിച്ചത് അലങ്കാരമല്ല, യാഥാർത്ഥ്യമാണ്. ഒരു ഹദീസ് കൂടി നമുക്ക് അനസ് ബിൻ മാലിക് തങ്ങളിൽ നിന്ന് വായിക്കാം. عن أبي بكر بن عبد الرحمن بن الحارث بن هشام رضي الله عنهما قال بلغ النبي صلى الله عليه وسلم أن رجالا من كندة يزعمون أنه منهم. കിന്ദാ ഗോത്രത്തിലുള്ള ചില ആളുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന്. فقال إنما كان يقول ذاك العباس وأبو سفيان بن حرب إذا قدم المدينة ലിയഅ്മന ബിദാലിക. ബഹുമാനപ്പെട്ട അബ്ബാസ് എന്നവരും അബൂ സുഫിയാൻ എന്നവരും മദീനയിൽ പരിഗണന കിട്ടാൻ അങ്ങനെ ഒരു പ്രയോഗം നടത്താറുണ്ടായിരുന്നു. എന്നാൽ ഇല്ലാ ലൻ നൻതഫിയ മിൻ ആബാഇന, നമ്മൾ തറവാട് മാറിപ്പറയുന്ന പ്രശ്നമില്ല. നഹ്നു ബനു നളിർ ബിൻ കിനാന വഖതബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ ഓതുകയാണ്. ഇമാം ബൈഹഖിയും ഇബ്നു അസാക്കിറും ഉദ്ധരിക്കുകയാണ്. എന്തേ? അന മുഹമ്മദ് ബിൻ അബ്ദില്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് ബിൻ ഹാഷിം ബിൻ അബ്ദി മനാഫ് ബിൻ ഖുസയ്യ് ബിൻ കിലാബ് ബിൻ മുറത്ത് ബിൻ കഅബ് ബിൻ ലുഅയ് ബിൻ ഗാലിബ് ബിൻ ഫിഹ്ർ ബിൻ മാലിക് ബിൻ നളിർ ബിൻ കിനാനത്ത് ബിൻ ഖുസൈമത്ത് ബിൻ മുദ്രികത്ത് ബിൻ ഇല്യാസ് ബിൻ മുദർ ബിൻ നിസാറിൻ وما افترق الناس فرقتين إلا جعلني الله في خيرهما. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 പിതാക്കന്മാരുടെ ലിസ്റ്റ് അങ്ങ് വായിച്ചു. ഉപ്പയാരാണ്? വലിയുപ്പയാരാണ്? അവിടുത്തെ ഉപ്പയാരാണ്? ഈ 20 പേരുകൾ എഴുതിക്കൊണ്ട് ബറക്കത്തെടുത്തു ഇമാമുകൾ. പണ്ടൊക്കെ മദ്രസയിൽ പഠിപ്പിക്കുമായിരുന്നു 20 വാപ്പാമാരുടെ പേര്. ഇന്നതുണ്ടോന്നറിയില്ല. പണ്ടൊക്കെ മദ്രസയിൽ ആദ്യ ക്ലാസ്സുകളിൽ പഠിപ്പിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പമാരുടെ പരമ്പര. ആ പേരുകൾ ബഹുമാനപ്പെട്ട ഇമാം ഖുറാനി റഹ്മത്തുള്ളാഹി അലൈഹി അൽ കൗസറുൽ ജാരി ഇലാ റിയാദിൽ ബുഖാരി എന്ന ഗ്രന്ഥത്തിൽ എഴുതുകയാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ കാലക്കാരനാണ്.
ഈ പേരുകൾ എഴുതിയിട്ട് ബറക്കത്തെടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 20 ഉപ്പമാരുടെ പേരെഴുതി. ആ പേരുകൾ വെച്ചുകൊണ്ട് ബറക്കത്തെടുക്കുകയാണ്. ഇമാമീങ്ങളുടെ മുഴുവനും നടപടി അതാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പമാരുടെ പരമ്പരയാണ്. പണ്ടത്തെ മക്കൾക്കതറിയാമായിരുന്നു, പുതിയ തലമുറ അതറിയുന്നില്ല. നമ്മുടെ മക്കളും പഠിക്കേണ്ടതാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹബിഹി വസല്ലം തങ്ങളുടെ ഉപ്പമാരുടെ പരമ്പര നമ്മുടെ മക്കൾ അറിഞ്ഞിരിക്കണം, പഠിക്കണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലോകത്തുള്ള ഏത് 2 കുടുംബങ്ങളെ എടുത്താലും അതിലേറ്റവും മെച്ചപ്പെട്ട കുടുംബത്തിലാണ് ഞാനുള്ളത്. ഫലം യുസ്ബിനി ശൈഉം മിൻ അഹ്ലിൽ ജാഹിലിയ്യ വഖറജ്തു മിൻ നികാഹിൻ വലം അഖ്റുജു മിൻ സിഫാഹ് മിൻ ലദുൻ ആദമ ഹത്താ ഇൻതഹൈതു ഇലാ അബീ വ ഉമ്മീ ഫഅന ഖൈറുകും നഫ്സൻ വ ഖൈറുകും അബാ. ആദം നബി അലൈഹിസ്സലാം മുതൽ എൻ്റെ ഉപ്പയും ഉമ്മയും വരെ എൻ്റെ പരമ്പരയിൽ ഒരാളും വ്യവസ്ഥാപിതമായ നിക്കാഹിലൂടെയല്ലാതെ, അക്കാലഘട്ടത്തിലെ ശരീഅത്തിലെ നിക്കാഹിലൂടെയല്ലാതെ ഒരുമിച്ച് കൂടിയിട്ടില്ല. എൻ്റെ വാപ്പയുടെയും ഉമ്മയുടെയും പരമ്പരയിൽ എവിടെയും ഒരു അവ്യക്തതയില്ല. എല്ലാവരും നിക്കാഹിൽ നിന്ന് വന്നവരാണ്. അതാതു കാലത്തെ നിക്കാഹ് വ്യവസ്ഥയിലൂടെ വന്നവരാണ്. അല്ലാതെ ഒരാൾ പോലും നിക്കാഹിനപ്പുറത്തുള്ള ശാരീരിക ബന്ധത്തിലൂടെയുള്ളവരോ വിവാഹേതര കുടുംബ ബന്ധത്തിൽ ചേർന്നവരോ അല്ല. എൻ്റെ പരമ്പര മുഴുവനും പവിത്രമാണ്. നമുക്ക് പറയാൻ പറ്റുമോ അങ്ങനെ? നമുക്കറിയപ്പെടുന്ന പരമ്പര കുറച്ചേ ഉള്ളൂ. വല്ലിപ്പാൻ്റെ വാപ്പാൻ്റെ പേരറിയുന്നത് തങ്ങന്മാരല്ലാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഉപ്പാപ്പാൻ്റെ വാപ്പാൻ്റെ പേരറിയുന്ന ആരെങ്കിലും? തങ്ങന്മാരല്ലാത്തവരാരെങ്കിലും ഉണ്ടോ ഈ മജ്‌ലിസിൽ? ഒരാളും ഉണ്ടാവില്ല. ചിലപ്പോൾ അത്യപൂർവമായിട്ടുണ്ടാവും, എന്നാലും അടുത്തൊരു സ്റ്റെപ്പിൽ മുറിയും. ഇല്ല സബബി വനസബി, എൻ്റെ നിമിത്തവും എൻ്റെ പരമ്പരയും അല്ലാത്തതെല്ലാം മുറിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. നമ്മളുടെ 4ാമത്തെ ഉപ്പയുടെ പേര് നമുക്കറിയില്ല. നമ്മുടെ 4ാമത്തെ മകന് നമ്മുടെ പേരും അറിയാൻ സാധ്യതയില്ല. നമ്മുടെ പരമ്പരകൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു 2 തലമുറ 3 തലമുറ കഴിയുമ്പോൾ നമ്മുടെ പേരക്കുട്ടികളുടെ പേരക്കുട്ടിയോട് വല്ലിപ്പാൻ്റെ പേരറിയാമോ, വല്ലിപ്പാൻ്റെ ഉപ്പാൻ്റെ പേരറിയാമോ എന്ന് ചോദിച്ചാൽ നമ്മളും വിസ്മൃതിയിലേക്ക് പോകും. നമ്മളും ഓർമ്മയിൽ നിന്ന് അപ്പുറത്തേക്ക് പോകും. അതേ സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹബിഹി വസല്ലം തങ്ങൾ എന്നും ഇവിടെ ജ്വലിച്ചു നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസ്ഹബിഹി വസല്ലം തങ്ങൾ മുതൽ ഇന്ന് വരെയുള്ള പരമ്പരകൾ ചോദിച്ചാൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പറയാനുണ്ട്. അവരുടെ വലിയുപ്പയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങോട്ട് നോക്കിയാലും പരമ്പര മുറിഞ്ഞിട്ടില്ല, അങ്ങോട്ട് നോക്കിയാലും പരമ്പര മുറിഞ്ഞിട്ടില്ല. അല്ലാമ ഇബ്നു കസീർ ആദം അലൈഹിസ്സലാം വരെയുള്ള പരമ്പര എഴുതിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാ നിവേദനങ്ങളും അത്ര പ്രബലമല്ല. 20 വാപ്പാമാരുടെ പരമ്പര അത് സ്വീകാര്യമാം വിധം ഒരുപാട് ഇമാമുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിലും അത് അത്രമേൽ സ്വീകാര്യമായ നിവേദനങ്ങളല്ല എന്നേ ഉള്ളൂ. എന്നാലും ചരിത്രകാരന്മാർ അത് ഉദ്ധരിക്കുകയും വീണ്ടും ഗ്രന്ഥങ്ങളിൽ എടുത്തുദ്ധരിക്കുകയും ചെയ്യുന്നു. അത്രമേൽ അറിയപ്പെടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര. അതേ സമയത്ത് നമ്മുടെ ആരുടെയും പരമ്പരകൾ മേലോട്ടില്ല. താഴോട്ട് വരുമ്പോഴും നമ്മൾ വിസ്മൃതിയിലാകുമ്പോൾ പിന്നെ അറിയാനില്ല. എന്നാൽ എന്നുമെന്നും അറിയുന്ന നിമിത്തമുള്ള നേതാവ് ആരാണ്?
റഹ്മത്തുൽ ലിൽ ആലമീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ആ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം തബറാനി ഉദ്ധരിക്കുന്നു, ഇമാം ഇബ്നു അബീ ശൈബയും ഇമാം ബൈഹഖിയും നിവേദനം ചെയ്യുന്നു, അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഖറജ്തു മിൻ നികാഹിൻ വലം അഖ്റുജു മിൻ സിഫാഹിൻ മിൻ ലദുൻ ആദമ ഇലാ അൻ വലദനി അബീ വ ഉമ്മീ. എൻ്റെ ഉപ്പയും എൻ്റെ ഉമ്മയും ജന്മം നൽകുന്നത് വരെയുള്ള ഒരൊറ്റ പരമ്പരയിൽ ഒരാൾ പോലും ശരിയായ വഴിക്കല്ലാതെ കടന്നു വന്നിട്ടില്ല. ഇങ്ങനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഈ അക്രമുൽ ഖൽഖ് മാത്രം എത്ര ദിവസം പറയാനുണ്ട്? ഞാൻ അവിടുത്തെ പരമ്പരയുടെ ഒരു പരിശുദ്ധി എന്ന ഒരൊറ്റ പോയിന്റും ഉടമ്പടികളുടെ ഒരു അധ്യായവും രണ്ടു കാര്യങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അക്രമുൽ ഖൽഖാണെന്ന് പറയാൻ ഇനിയും ആയിരക്കണക്കിന് പ്രമാണങ്ങളുണ്ട്, ഇമാമീങ്ങൾ എഴുതി വച്ചിട്ടുണ്ട്. ഇനി മതമില്ലാത്തവർക്കും മതമുള്ളവർക്കും മുഴുവനും അറിയണമോ? ഇന്ന് ലോകത്ത് അറിയുകയും പറയുകയും ചെയ്യുന്ന നേതാക്കളിൽ വെച്ച്, വ്യക്തികളിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെയുള്ള വേറെ ഒരാളെ കാണിച്ചു തരാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ ന്യായങ്ങളുണ്ട്. കൃത്യമായ ന്യായങ്ങളുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോളം പറയപ്പെടുന്ന ഒരാളും ലോകത്തില്ല. ഇന്നലെ നമ്മൾ പറഞ്ഞു, ലോകത്ത് 150 കോടിയോളം വരുന്ന മുസ്ലിമീങ്ങളിൽ 50 കോടി മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നവരാണെങ്കിൽ അവരെല്ലാ ദിവസവും നിർബന്ധമായും 9 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. അസ്സലാമു അലൈക അയ്യുഹൻ നബി. അപ്പം എത്ര കോടിയായി? അതിൽ നിന്നൊരു 10% ജനങ്ങളെങ്കിലും മിനിമം 12 റക്അത്തോ 15 റക്അത്തോ 17 റക്അത്തോ സുന്നത്ത് നിസ്കരിക്കുന്നവരാണ്. മുഅക്കദായ റവാത്തിബുകൾ, വിത്ർ, ളുഹ ഇത് കൂട്ടിയാൽ 17 റക്അത്ത് നിസ്കരിക്കുന്നവർ. അവരെ പറഞ്ഞാലോ മാഷാ അല്ലാ, പിന്നെയും എത്രയെത്ര കോടിക്കണക്കിനാണ്. പ്രിയമുള്ളവരെ, അറിയുമോ, ലോകത്ത് 4 മദ്ഹബുകളിൽ വെച്ച് ഏറ്റവും അധികം ആളുകൾ അനുകരിക്കുന്ന മദ്ഹബ് അബൂ ഹനീഫ ഇമാം തങ്ങളുടെ മദ്ഹബാണ്. അബൂ ഹനീഫ ഇമാം തങ്ങളുടെ മദ്ഹബിൽ വിത്ർ വാജിബാണ്. അതുപോലെ മുഅക്കദായ സുന്നത്ത് നിസ്കാരങ്ങൾ പലതും വാജിബാണ്. അപ്പോൾ അതിൽ നിന്ന് സാധാരണ നിസ്കരിക്കുന്ന ജനങ്ങൾ കേവലം 5 വഖത്തിലെ ഫർള് മാത്രമല്ല നിസ്കരിക്കുക, വാജിബും കൂടി നിസ്കരിക്കും. അപ്പം എത്ര കോടി 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 തവണയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിത്യം വിശ്വാസി ലോകം അഭിവാദ്യം ചെയ്യുന്നത്. ഇങ്ങനെ ഒരു നേതാവിനെയും ലോകത്ത് കാണാനില്ല. ഏത് മതമോ രാഷ്ട്രമോ മതേതരവോ യുക്തിവാദിയോ ആരോ വരട്ടെ, ഒരു നേതാവിനെ അനുയായികൾ നിത്യം കോടിക്കണക്കിന് പ്രാവശ്യം അഭിവാദ്യം ചെയ്യുന്ന ഒരു നേതാവ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ വേറെ ഒരാളുമില്ല. ഇനി ഒന്നുകൂടി ചോദിക്കട്ടെ, ലോകത്ത് വേറെ ഏത് നേതാവിൻ്റെ പേര് പറയുമ്പോഴാണ് അഭിവാദ്യ വാചകം പറഞ്ഞ് പുണ്യം പ്രതീക്ഷിക്കുന്നത്? ഇപ്പറഞ്ഞത് മനസ്സിലായോന്നറിയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വലാത്ത് ചൊല്ലുന്ന വിശ്വാസികളല്ല. ഇതാണ് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ലോകത്ത് വേറെ ഏത് നേതാവിനെ, ലോകത്ത് ജനസംഖ്യ വെച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതലുള്ളത് ക്രൈസ്തവ സഹോദരങ്ങളാണ്. പക്ഷേ ക്രൈസ്തവ സഹോദരങ്ങളിലെ വിഭാഗങ്ങൾ വെച്ച് നോക്കിയാൽ യേശുവിനെ ബിംബവൽക്കരിക്കുന്നവരും അല്ലാത്തവരുമുണ്ട്. യേശുവിൻ്റെ പ്രതിമ വെക്കുന്നവരും പ്രതിമ വെക്കാത്തവരും. അങ്ങനെ വെച്ച് നോക്കിയാൽ ഒരേ വിശ്വാസത്തിലുള്ള ഏറ്റവും വലിയ ജനസംഖ്യ മുസ്ലിമീങ്ങളുടേതാണ്. പറഞ്ഞത് മനസ്സിലായോ? പേരിൽ ക്രിസ്ത്യാനികളാണ് ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ.
തത്വത്തിൽ ഏറ്റവും വലിയ ജനസംഖ്യ മുസ്ലിമീങ്ങളുടേതാണ്. എല്ലാ ക്രൈസ്തവ സഹോദരങ്ങളും യേശുവിൻ്റെ പ്രതിമയെ സ്വീകരിക്കുന്നവരല്ല. എല്ലാ ക്രൈസ്തവ സഹോദരങ്ങളും ത്രിയേകത്വത്തെ അംഗീകരിക്കുന്നവരല്ല. അപ്പോൾ ഒരേ ദൈവവിശ്വാസത്തിലും ഒരേ റിസാലത്തിൻ്റെ വിശ്വാസത്തിലും ഒരുമിച്ച് കൂടുന്ന ജനസംഖ്യ ഏറ്റവും വലിയ ജനസംഖ്യ മുസ്ലിമീങ്ങളുടേതാണ്. പിന്നെ ടോട്ടലി ക്രിസ്ത്യൻസ് എന്നങ്ങ് പറയും. അവരിടയിൽ പല വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങൾ തമ്മിൽ സൗന്ദര്യപ്പണക്കല്ല. മുസ്ലിങ്ങൾക്കിടയിൽ പല വിഭാഗങ്ങളും ഉണ്ടെങ്കിലും അവരെല്ലാവരും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിച്ചവരാ. അതുകൊണ്ട് അവരെ ടോട്ടലി ഒറ്റ ജനസംഖ്യയായി അംഗീകരിക്കാം. അതേ സമയത്ത് ക്രൈസ്തവ സമുദായം മുഴുവനും ഒരേ അടിസ്ഥാന വിശ്വാസത്തിലുള്ളവരല്ല. അതുകൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ, വിശ്വാസികളുടെ ജനസംഖ്യ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിക്കുന്ന ജനസംഖ്യയാണ്. ഇനി നിങ്ങൾ വേൾഡ് സെൻസസ് കണക്ക് നെറ്റിൽ ഒന്ന് അടിച്ചു നോക്ക്, എന്നിട്ട് എത്ര വ്യത്യാസമുണ്ട് നോക്ക്. അപ്പം ഈ വേരിയേഷൻ ശരിക്കും മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ലോകത്ത് മുഴുവനും കോടാനകോടി ജനങ്ങൾ ഒരു ദിവസം ആവർത്തിച്ചു പറയുകയാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഒരു നേതാവിൻ്റെ പേര് പറയുമ്പോൾ പുണ്യം പ്രതീക്ഷിച്ച് അഭിവാദ്യം ചൊല്ലുകയാണ്. ജീസസ് ക്രൈസ്റ്റിൻ്റെ പേര് പറയുമ്പോൾ ക്രൈസ്തവർ അങ്ങനെ അഭിവാദ്യം പറയാറില്ല. ഒരു ക്രൈസ്തവ സദസ്സിൽ ഒരു പുരോഹിതൻ പ്രഭാഷണം നടത്തുമ്പോൾ ജീസസ് ക്രൈസ്റ്റിൻ്റെ പേര് പറഞ്ഞാൽ വിശ്വാസികൾ പ്രത്യേകിച്ച് അഭിവാദ്യവാചകമൊന്നും പറയുന്നത് നമ്മൾ കേൾക്കാറില്ല. പിന്നെ മോസസിനെ പറയുമ്പോൾ ജൂതന്മാർ, അതത്രമാത്രം ജനസംഖ്യയൊന്നുമില്ല. ഉള്ളതുകൊണ്ട് തന്നെ ലോകത്ത് വലിയ ബേജാറുമാണ്. ഇന്ന് ലോകം മുഴുവനും കണ്ണീരും ചോരയും കുടിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഉള്ള 4, 3, 7 ജൂതന്മാരെ കൊണ്ടാ. അപ്പോൾ ഈ ലോകത്ത് വേറെ ഒരു പുണ്യപുരുഷനെ എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ പുണ്യം പ്രതീക്ഷിച്ച് അഭിവാദ്യം പറയുന്നത് പോലെ വേറെ ഒരാളുടെയും പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അഭിവാദ്യം പറയുന്നില്ല. ഇത് എല്ലാ ജനങ്ങൾക്കും പഠിച്ചു നോക്കാവുന്ന യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ലോകത്തുണ്ടോ എന്ന് വേറെ ഒരാളെയും കാണാനില്ല. ഇനി മൂന്നാമതായി നമ്മൾ പറയാം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളെ അനുകരിക്കുന്നത് പോലെ ലോകത്ത് ജനങ്ങൾ അനുകരിക്കുന്ന ഒരു നേതാവാരാണ്? ഒരു സാധാരണ വിശ്വാസി ജീവിതത്തിലെ എല്ലാ സുന്നത്തും എടുക്കണമെന്ന് ചിന്തിക്കുന്ന ആളല്ല. ഒരു സാദാ സീതാ മുസ്ലിമാണ്. എന്നാലും അയാളുടെ ജീവിതത്തിൽ പല ചര്യകളും അയാൾ പിന്തുടരുന്നുണ്ട്. അതാരുടെ ചര്യയാണ്? മദീനയിലെ രാജാവിൻ്റെ ചര്യയാണ്. ഇതുപോലെ അനുകരിക്കപ്പെടുന്ന ഒരു നേതാവാരാണ്? സബ്സെ അഅ്ലാ വഔലാ ഹമാരാ നബി അപ്നെ മൗലാ ക പ്യാരാ ഹമാരാ നബി. ദോനോ ആലം കെ ദൂലാ ഹമാരാ നബി. ഇരുലോകത്തിൻ്റെയും നായകരായ ഏറ്റവും പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുകരിക്കപ്പെടുന്നത് പോലെ ലോകത്ത് വേറെ ഒരു വ്യക്തിയും അനുകരിക്കപ്പെടുന്നില്ല. എന്തേ മോനെ നീ അങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ മറുപടി ഹക്കദാ ഫഅല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നലെ നമ്മളൊരു കാര്യം പഠിച്ചു. അലി റളിയല്ലാഹു അൻഹു വാഹനത്തിൽ കയറിയിരുന്ന് ദിക്റ് ചൊല്ലിയിട്ടൊന്ന് ചിരിച്ചു. മിമ്മ ലഹിക യാ അമീറൽ മുഅ്മിനീൻ.
എന്തിനാണ് അമീറുൽ മുഅ്മിനീനെ ചിരിച്ചത്? ഹാക്കദാ ലഹിക റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ഒന്ന് ചിരിച്ചു, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. മഹാനരായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ത്വബറാനി ഉദ്ധരിച്ചതെന്ന് നമ്മൾ വായിച്ചു. എന്തേ വാഹനത്തിൽ കയറിയിട്ട് ദിക്റ് ചൊല്ലിയിട്ട് ചിരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചിരിച്ചു. അതിൻ്റെ കാരണം വിശദീകരിച്ചു. ഇന്നലെ നമ്മൾ പ്രഭാഷണം നടത്തി, അതിലേക്ക് ഞാൻ വീണ്ടും പോകുന്നില്ല. ഇതുപോലെ പറയപ്പെടുന്ന ഒരു നേതാവാരാണ്? ഇങ്ങനെ നോക്കിയാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ലോകത്ത് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ പോലെ ലോകത്ത് വേറെ ഒരു നേതാവിനെ കുറിച്ചും ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ ത്വയ്ബ സെന്റർ 1000-ലേറെ ഗ്രന്ഥങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ത്വയ്ബയിലുണ്ട്. പള്ളിമുക്കിലുള്ള വിശ്വാസികൾ അത് ഉപയോഗിക്കണം, അത് പ്രയോജനപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ. ഇനി അടുത്ത ഒരു പോയിന്റ് കൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഇതര മതവിശ്വാസികൾ പ്രകീർത്തിച്ചതുപോലെ വേറെ ഒരു നേതാവിനെ കുറിച്ചും അവരുടേതല്ലാത്ത മതവിശ്വാസികൾ പ്രകീർത്തിച്ചിട്ടില്ല. പറഞ്ഞത് മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ക്രിസ്ത്യൻസും ജൂതന്മാരും ഹൈന്ദവരും ബുദ്ധന്മാരും ജൈനന്മാരും യുക്തിവാദികളും വിമർശകരും നിരീശ്വരവാദികളും നാച്ചുറലിസ്റ്റുകളും എല്ലാം ഒരിക്കലല്ലെങ്കിൽ മറ്റൊരിക്കൽ പറഞ്ഞു, ഇതൊരു മഹാവ്യക്തിത്വമാണ്. ഇതുപോലെ വേറെ ഒരു നേതാവിനെക്കുറിച്ച് അവരുടേതല്ലാത്ത വിശ്വാസികൾ ഇത്രമേൽ പ്രശംസിച്ച ആരാണുള്ളത്? ഇത്രമേൽ പ്രശംസിച്ച ആരാണുള്ളത്? ഈ പറയുന്ന തെളിവുകളൊന്നും മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള തെളിവല്ല. മതമുള്ളവർക്കും മതമില്ലാത്തവർക്കും ഇതര മതസ്ഥർക്കും മുഴുവനും പരിശോധിക്കാം. എനിക്കൊരു നേതാവുണ്ടല്ലോ, ആ നേതാവിനെ കുറിച്ച് ലോകം എന്ത് പറയണു? ഇതാ മുസ്ലിങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു നേതാവുണ്ടല്ലോ, ആ നേതാവിനെ കുറിച്ച് ലോകം എന്ത് പറയുന്നു? പഠിച്ചു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മാത്രമുള്ള ബഹുമാനമാണ്. അതുപോലെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അവിടുത്തെ ജീവിതത്തിന് മുഴുവൻ സ്ഥലങ്ങളും ഗണ്യതമായി ലോകത്തോട് പറയാൻ പറ്റുന്നതാണ്. എവിടെയാ ജനിച്ചത്? മക്കയിൽ. മക്ക എവിടെയുള്ളത്? സൗദി അറേബ്യയിൽ. അതെവിടെയുള്ളത്? ജിദ്ദയിൽ നിന്ന് 85 കിലോമീറ്റർ അപ്പുറത്ത്. അവിടെ എവിടെയാണ് ജനിച്ചത്? പവിത്ര ഗേഹത്തിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരത്തിൽ സൂഖുല്ലൈലിനോട് ചേർന്ന് അതാ നിൽക്കുന്ന ലൈബ്രറിയുടെ സ്ഥലത്ത് ജനിച്ചു. ഇത്ര കൃത്യമായി പറയാൻ പറ്റുന്നൊരു ജന്മം. എവിടെയാണ് ആ പ്രവാചകൻ വിശ്രമിക്കുന്നത്? അതേ മദീനയിൽ. മദീന എവിടെയാണ്? ആ മദീനയ്ക്കൊരു ബഹുമാനമുണ്ട്. എന്താണ്? ഇത്രയേറെ ആളുകൾ അണമുറിയാതെ സന്ദർശിക്കുന്ന ഒരു വിശ്രമ കേന്ദ്രം ലോകത്തൊരു നേതാവിൻ്റെ വിശ്രമ കേന്ദ്രവും ഇല്ല. ഈ ഫഖറൊക്കെ നമുക്കുണ്ടായിട്ട് നമ്മളതറിയണില്ല. ഈ ബഹുമാനമൊക്കെ നമ്മുടെ നേതാവിനുണ്ടായിട്ട് നമ്മൾ അറിയണില്ല. ഞാൻ ഈ സംസാരിക്കുമ്പോഴും ലക്ഷങ്ങൾ മദീനയിലുണ്ട്. ആജ് നഹീ തോ കൽ ഹം മദീനേ ചൽ. ഇന്നല്ലെങ്കിൽ നമ്മൾ മദീനയിലേക്ക് പോവാണ്. കാരണം സറാപ്പാ ചമനേ ദിയാറേ മദീന ദവാമാശനാ ഹേ ബഹാറേ മദീന.
മദീനയുടെ ഒരു കൗതുകമുണ്ട്. രാവിലെ സുബഹിക്ക് മുമ്പ് മദീനത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരുന്ന ഒരു വിശ്വാസി ബാബുസ്സലാമിന്റെ അടുത്ത് നിന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് അഭിവാദ്യം ചെയ്ത് കഴിഞ്ഞ് സുബഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നിറങ്ങുമ്പോ വീണ്ടും ബാബുസ്സലാമിന്റെ മുമ്പിൽ വന്ന് പറയാണ് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 നേരം നിസ്കരിക്കാൻ വേണ്ടി മദീനത്തെ പള്ളിയിൽ പോകുന്ന ഓരോ വിശ്വാസിയും 5 നേരവും നിസ്കാരത്തിന് മുമ്പ് പള്ളിയിലേക്ക് ചെല്ലുമ്പോഴും തിരിച്ചു വരുമ്പോഴും അഭിവാദ്യമർപ്പിക്കുകയാണ്. തിരക്കുള്ള സമയത്ത് വാങ്ങുകൊടുക്കുന്നുണ്ട്, ഇഖാമത്തിന്റെ നേരമായി. അതറിയുമ്പോഴും ഓടി പള്ളിയിലേക്ക് പോകുന്ന മുസ്ലിം ഒന്ന് തിരിഞ്ഞു നോക്കും, സലാം പറയുന്നിടത്ത് തിരക്കുണ്ടോ, ഇല്ലെങ്കിൽ അതുവഴി പോയി സലാം പറഞ്ഞിട്ടേ പോകൂ. ഇതുപോലെ നിരന്തരമായി പരകോടികൾ വന്ന് സലാം പറയുന്നൊരു നേതാവ്, അഭിവാദ്യം പറയുന്നൊരു നേതാവാരാ? ലോകത്ത് വേറെ ആരുമില്ല, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ആരുടെ മുമ്പിലും പറയാൻ പറ്റുന്ന തെളിവുകളാണ്. വേറൊരാളെ പറയട്ടെ. മോസസ് എന്ന് പറയുന്ന മൂസ അലൈഹിസ്സലാം ഇൻദൽ കസീബിൽ അഹ്മർ, അവിടെ എത്ര ആളുകൾ തീർത്ഥാടനത്തിന് വരുന്നു? പോയവർ ഈ സദസ്സിലുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 2 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. അവിടെ മദീനയുടെ 1000-ലൊരംശം പോലും സന്ദർശകരില്ല. പിന്നെ മദീനത്തുൽ ഖലീൽ, ഹെബ്രോൺ, ഫിലസ്തീനിൽ, അവിടെ എത്ര സന്ദർശകർ വരുന്നു? അല്ലാമ ഹാഫിദ് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 100% പക്ക ഇന്ന സ്ഥലത്താണ് എന്ന് ഖബർ അറിയപ്പെട്ട നബി നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമേ ഉള്ളൂ. ഇബ്രാഹിം നബിയോ 95%, മൂസാ നബിയോ 95%. അല്ലാമ ഹാഫിദ് ഇബ്നു ഹജർ ഹൈതമിയുടെ അഭിപ്രായം അതാണ് റളിയല്ലാഹു അൻഹു. പക്ക 100% ഇതാ ഞങ്ങളുടെ നബി ഇവിടെ വിശ്രമിക്കുന്നു എന്ന് പറയാൻ പ്രമാണങ്ങൾ എന്താ? പ്രമാണമുള്ളത് 100% എന്ന് പറയാനുള്ള എന്താ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമേനി തിരുശരീരം അടിത്തട്ടിൽ വെച്ചുകൊണ്ട് കിടക്കുമ്പോൾ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹാ അവിടുന്ന് വിതുമ്പുകയാണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, മോളെ ആയിഷ, ഞാനിതാ ലോകത്തോട് വിട പറയാൻ പോവാണ്. മിസ്വാക്ക് ചെയ്യൽ പുണ്യമുള്ള കാര്യമാണ്. ഈ മിസ്വാക്കൊന്ന് നനച്ചു തരണേ മോളെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിസ്വാക്ക് ചെയ്യുന്ന അറാക്ക് കൊള്ളിയുടെ കഷ്ണം ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ എന്ന പത്നി അവിടുത്തെ തിരുപല്ലുകൊണ്ട് കടിച്ച് നനച്ച് റെഡിയാക്കി പദം വരുത്തിയിട്ട് കയ്യിൽ കൊടുത്തു. അത് വാങ്ങിയിട്ട് മിസ്വാക്ക് ചെയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ സന്നിഹിതരായിരുന്നവരെ ആര് കണ്ടു? അവരെ ആര് കണ്ടു? അവരെ ആര് കണ്ടു? അവരെ ആര് കണ്ടു? ഇന്ന് വരെ ആ രംഗത്തിന് സാക്ഷിയായവരുടെ പരമ്പര ഇവിടെ ലഭ്യമാണ്. അവരിൽ ഓരോരുത്തരുടെയും ചരിത്രം ഇവിടെ രേഖയാണ്. ഇതുപോലെ ചരിത്രം സംരക്ഷിക്കപ്പെട്ട ഒരു നേതാവും വേറെ ഇല്ലേ? ഇല്ലേ 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 ഇല്ല. ആയിഷ ഉമ്മ ഇടക്ക് പറയും, അവസാനം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവായയിൽ ചേർന്ന നനവ് എൻ്റേതാണ്, എൻ്റെ തുപ്പുനീരിൻ്റേതാണ്, അതെനിക്കൊരു അഭിമാനാണ്. മിസ്വാക്ക് നനച്ചു കൊടുത്തതാണ്. ആ രംഗത്തിന് സാക്ഷിയായവരെ കണ്ടവർ 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 കണ്ടവർ
കേവലം ഒരു പേരിന്റെ പരമ്പരയല്ല. അതാര്, എവിടെയാണ് അവർ വിശ്രമിക്കുന്നത് എന്ന് വരെ ആധികാരികമായി ചരിത്രം രേഖപ്പെട്ട് കിടക്കുകയാണ്. ഇതുപോലെ ലോകത്തെ ചരിത്രത്തിൻ്റെ തെളിമയിൽ മാത്രം നിലനിൽക്കുന്ന നേതാവ് വേറെ ആരാണ്? ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെയാണ് നമ്മൾ ബുറുദ ചൊല്ലുമ്പോൾ വിളിക്കുന്നത് യാ അക്രമൽ ഖൽഖി. സൃഷ്ടികളിൽ അത്യുന്നതരായ നബിയേ, മാലിമൻ അലൂദു ബിഹി. അതെന്താണെന്ന് നാളെ നമ്മൾ പറയൂ. ഇന്നലെ നമ്മൾ പറഞ്ഞത് യാ എന്ന വിളി മാത്രമാണ്. ഇന്ന് നമ്മൾ പറഞ്ഞത് അക്രമുൽ ഖൽഖാണ്. നാളെ ആയുസ് കിട്ടിയാൽ പറയാനുള്ളത് മാലിമൻ അലൂദു ബിഹി. നാളെ മരിച്ചുപോയാൽ ഓടിച്ചെല്ലാറുള്ളത് മാലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. നാളെ ഞാൻ ജീവിച്ചിരുന്നാലും പറയാനുള്ളത് മാലിമൻ അലൂദു ബിഹി എന്നാണ്. നാളെ മരിച്ചുപോയാലും ഓടിച്ചെല്ലാനുള്ളത് അവിടത്തേക്കാണ്. അതാണ് നാളത്തെ പ്രമേയം. അല്ലാഹു ജല്ല ജലാലുഹു അമ്മ നവാലുഹു വതആല ഫീ ഉലാഹ്. അല്ലാഹുവേ, അവിടുത്തെ ബഹുമാനത്തെ മനസ്സിലേറ്റി, അവിടുത്തെ പ്രണയത്തെ മനസ്സിൽ നിറച്ച്, അവിടുത്തെ ചുടുചുംബനങ്ങളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി, കാലത്തിന്റെ കാതിലും കൽബിലും അവിടുത്തെ പ്രണയത്തിന്റെ കണികകളെ ചേർത്തു വെക്കാൻ, അത് അടച്ചുകൂട്ടി പിടിക്കാൻ, അവസാനം അതിന്റെ ശോഭയിൽ ഈ ലോകത്തോട് വിട പറയാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാഹ്. പ്രിയമുള്ളവരെ, ഇതൊരു പ്രമേയമാണ്. ഇതിനപ്പുറത്ത് ലോകത്തൊരു പ്രമേയമില്ല. ഇതൊരു മഹാവിഷയ ലോകമാണ്. ഇതിനപ്പുറത്തൊന്നില്ല. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. സമയം എത്രയായി എന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും ഇനി ഞാൻ നീട്ടുന്നില്ല. യാ അക്രമൽ ഖൽഖി പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് മദീനയിലേക്ക് നമ്മളൊന്ന് ചേരുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ച ഒരു രംഗം നമ്മൾ ഇന്നലെ പറഞ്ഞു. ചിരിച്ച മറ്റൊരു രംഗം ഇന്ന് പറയണമെന്ന് വിചാരിച്ചു. അതും തൽക്കാലം നാളത്തേക്ക് മാറ്റിവെക്കുകയാണ്. മറ്റൊരു സംഭവം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. എല്ലാ ദിവസവും നമ്മുടെ പ്രണയത്തിന്റെ പ്രപഞ്ചം, സ്നേഹത്തിന്റെ ഈ ലോകം മദീനത്തെ ഉമ്മരത്തെ പടിയിൽ കൊണ്ടുവച്ച് യാ സയ്യിദൽ അബ്റാരി ഹുബ്ബുക ഫീ ദമി നഹറുൻ ഇലാ നഹവി സ്വബാബതി ജാരി ലക യാ റസൂലല്ലാഹി ഫീ അഅമാഖിനാ ഖിമമുൻ മിനൽ ഇജ്ലാലി വൽ ഇക്റാമി. എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ, ഇതെല്ലാ വർഷവും ലഭിക്കുന്ന ഒരു ആത്മീയ വിരുന്നിന്റെ സദ്യയുടെ സദസ്സാണ്. ഞാൻ ഈ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരില്ല, മനസ്സിലാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇത് പ്രകീർത്തനത്തിന്റെ സദസ്സാണ്. ആരെക്കുറിച്ചാണ് പറയുന്നത്? ദോന ആലം കെദൂല ഹമാര നബി. രണ്ട് ലോകത്തിന്റെയും മണവാളനെ കുറിച്ചാണ് പറയുന്നത്. സ്വർഗത്തിലെ രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. ലോകത്തിന്റെ സുൽത്താനെ കുറിച്ചാണ് പറയുന്നത്. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ ഉള്ളു ചേർത്തൊന്ന് പിടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഒരൊറ്റ കാര്യം പാരായണം ചെയ്ത് അതാ മഹാനായ ഇബ്നു കസീർ അൽ ബിദായത്തു വന്നിഹായിൽ ഉദ്ധരിക്കുന്ന ലളിതമായ ഒരു സംഭവം മദീനത്തേക്ക് ഞാൻ ചേർത്ത് പറയാണ്. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ഈ കാഴ്ച മനോഹരമാണ്. പക്ഷേ ഈ കാഴ്ചയിൽ നിന്ന് ലഭിക്കേണ്ട ഒരു കാഴ്ചയുണ്ട്. അത് ഇതിലേറെ മനോഹരമാണ്. അത് ഈ ലോകത്ത് വെച്ച് കാണാനുള്ള ഭാഗ്യമുണ്ടായാൽ ഒരു മഹാസൗഭാഗ്യമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കനവിൽ ഒരിക്കലെങ്കിലും കണ്ട് സന്തോഷിക്കുക. അതാഗ്രഹിക്കാത്ത ഒരു വിശ്വാസി ലോകത്തുണ്ടാവില്ല. നാളെ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഓടിച്ചെല്ല. അതാണ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ മറ്റന്നാൾ നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ വിഷയ പരമ്പര അങ്ങോട്ടാണ് പോണത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ അതാ ഇമാം ഇബ്നു കസീർ ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഞാൻ വായിക്കാം. കാന ഇബ്നു സമഊൻ, വലിയ പണ്ഡിതനായ ഇബ്നു സമഊൻ റളിയല്ലാഹു അൻഹു
യൗമൻ യഇളു അലൽ മിമ്പരി, മഹാനവറുകൾ പ്രസംഗപീഠത്തിൽ ഇരുന്ന് ജനങ്ങളെ ഉപദേശിക്കുകയാണ്. വതഹ്തഹു അബുൽ ഫത്ഹ് ഇബ്നുൽ ഖവ്വാസ്, അബുൽ ഫത്ഹ് ഇബ്നുൽ ഖവ്വാസ് എന്നവർ അവിടെ താഴത്തിരിക്കുന്നുണ്ട്. വകാന മിനസ് സ്വാലിഹീനൽ മശ്ഹൂരീൻ, അറിയപ്പെട്ട സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാണ്. ഫനഅസ ഇബ്നുൽ ഖവ്വാസ്, അങ്ങനെയിരിക്കെ വഅളിൻ്റെ മജ്ലിസിലുള്ള ഇബ്നുൽ ഖവ്വാസ് തങ്ങളങ്ങ് മയങ്ങിപ്പോയി. ചില ആള് ഈ വഅള് തുടങ്ങുമ്പോൾ തന്നെ മയങ്ങാൻ തുടങ്ങിയവരുണ്ട്. ചിലപ്പോൾ അവരെന്താണ് കാണുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അവർ റാഹത്തായിട്ട് മയങ്ങട്ടെ. ലാ യഷ്ഖാ ജലീസുഹും, അവർക്ക് ഇരുന്നതിനും കൂലിയുണ്ട്, മയങ്ങിയതിനും കൂലിയുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ കേട്ടതൊന്നും തിരിച്ചു പോകുമ്പോൾ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഇരുന്നതിൻ്റെ കൂലി ഉണ്ടാവും. അപ്പോൾ മഹാനവറുകൾ വലിയ സ്വാലിഹീങ്ങളിൽപ്പെട്ട ആളാണ്. മഹാനവറുകൾ ഫനഅസ ഇബ്നുൽ ഖവ്വാസ്, ഇബ്നുൽ ഖവ്വാസ് എന്നവർ മയങ്ങിപ്പോയി. ഫഅംസക ഇബ്നു സംഊൻ അനിൽ വഅളി ഹത്ത ഇസ്തയഖള, ആ മജ്ലിസിൽ ഇരുന്ന് ഉറങ്ങുന്ന മഹാനവറുകളുടെ ഉറക്കം കണ്ടപ്പോൾ ഉണരുന്നതുവരെ ഇബ്നു സംഊൻ എന്നവർ വഅള് നിർത്തിവെച്ചു. ഫഹീന ഇസ്തയഖള, ബഹുമാനപ്പെട്ടവർ ഉണർന്നപ്പോൾ ഖാല ഇബ്നു സംഊൻ ചോദിച്ചു, റഅയ്ത റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ മനാമിക ഹാദാ, അല്ലയോ ഇബ്നുൽ ഖവ്വാസ്, നിങ്ങൾ ഇവിടെ ഇരുന്ന് മയങ്ങിയപ്പോൾ ആ മയക്കത്തിൽ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുകയായിരുന്നു അല്ലേ? ഖാല നഅം, മഹാനവറുകൾ പറഞ്ഞു അതേ. ഫലിഹാദാ അംസക്തു അനിൽ വഅളി, അതാണ് ഞാൻ വഅളവിടെ നിർത്തിവെച്ചത്, നിങ്ങളുടെ ഉറക്കിന് തടസ്സം വരണ്ടെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ മഹാനവറുകൾ പറയാണ്, അമ്മാ കുന്ത ഫീഹി വകാന ലിറജുലിൻ, അതാ രോഗിയായ ഒരു മകൾ ഒരാൾക്കുണ്ട്. ഫറആ അബൂഹാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ മകളുടെ ഉപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു. ഫിൽ മനാമി, കനവിൽ. വഹുവ യഖൂലു ലഹു, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉപ്പയോട് പറഞ്ഞു, ഇദ്ഹബി ഇബ്നു സംഊൻ, ഇബ്നു സംഊൻ എന്നവരുടെ അടുക്കലേക്ക് നിങ്ങൾ പോകണം. എന്നിട്ടോ അവിടുത്തോട് പറയണം നിങ്ങളുടെ വീട്ടിലേക്ക് വരാൻ, എന്നിട്ട് നിങ്ങളുടെ മകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ. എന്നാൽ നിങ്ങളുടെ മകളുടെ രോഗം ശിഫയാകും. ഫലമ്മ അസ്ബഹ, പ്രഭാതമായപ്പോൾ ദഹബ ഇലൈഹി, ഈ ആള് മകളുടെ ഉപ്പ ബഹുമാനപ്പെട്ട ഇബ്നു സംഊൻ എന്നവരുടെ അടുക്കലേക്ക് ചെന്നു. പെട്ടെന്നു തന്നെ മഹാനവറുകൾ വിഷയങ്ങളൊന്നും ചോദിക്കാതെ ഒരുങ്ങി തയ്യാറായി. വഖറജ മഅർ റജുലി, ആ വന്ന ആളുടെ കൂടെ പുറപ്പെട്ടു. ഇദ്ദേഹം വിചാരിച്ചു ഇബ്നു സംഊൻ തങ്ങൾ വഅളിന് പോവാണ്, വല്ല പരിപാടിക്കും പോവാണ് എന്ന്. അപ്പോൾ വിഷയം പറയാതെ മനസ്സിൽ കരുതി, ഒഴിവ് കിട്ടുമ്പോൾ വഴിയിൽ വെച്ചുകൊണ്ട് ഉസ്താദിനോട് പറയാം. ഫലമ്മാ മർറ ബിദാരിർ റജുലി, ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒന്നും പറയാതെ ചോദിക്കാതെ ദഖല ഇലൈഹ, ആ വീട്ടിലേക്ക് കടന്നു. ഫഹളറ ഇലൈഹി ബിനതഹു, മകളെ ഹാജരാക്കാൻ പറഞ്ഞു. ഫദഅ ലഹാ, അവിടുന്ന് ദുആ ചെയ്തു കൊടുത്തു. വൻസറഫ, എന്നിട്ട് അവിടുന്ന് മഹാനവറുകൾ പിരിഞ്ഞുപോയി. ഫബരിഅത് മിൻ സാഅതിഹാ, ആ സമയം തന്നെ ആ പെൺകുട്ടിയുടെ രോഗം ശിഫയായി. പറഞ്ഞു വന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
ലോകത്ത് വിശ്വാസികൾ ഇപ്പോഴും കാണുകയാണ്, പരിഹാരം നൽകുകയാണ്, ശമനമേകുകയാണ്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിഞ്ഞ് അടുക്കാനും കണ്ട് സന്തോഷിക്കാനും അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം നീ സൗഭാഗ്യം നൽകണേ റഹ്മാനേ. ഈ മജ്ലിസ് നല്ല ഇജാബത്തുള്ള ഒരു മജ്ലിസാക്കണേ റഹ്മാനേ. ഞങ്ങളൊന്നിനും കൊള്ളരുതാത്തവരാണെങ്കിലും, ഞങ്ങളൊന്നിനും വിലയില്ലാത്തവരാണെങ്കിലും, ഇവിടെ എത്രയോ മുഹിബ്ബുകൾ നിഷ്കളങ്കമായി വന്നിരുന്ന് ആമീൻ ചൊല്ലുന്ന, സ്വലാത്തു ചൊല്ലുന്ന, മദ്ഹ് കേൾക്കുന്ന മജ്ലിസാണ്, നീ സ്വീകരിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർ വേദിയിലുണ്ട്, ദുആ ചെയ്യും. ഈ വേദി വളരെ പ്രതീക്ഷ വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നിട്ട് മരണപ്പെട്ടു പോയവർ, അല്ലാഹുവേ അവരുടെ ഖബർ നീ സ്വർഗമാക്കണം അല്ലാ. ഇതിൻ്റെ വെളിച്ചം അവർക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. സാധുക്കളായ ഞങ്ങളെ ആറ്റുനോറ്റ് പോറ്റി വളർത്തി ഞങ്ങളെ പഠിപ്പിക്കാൻ വിട്ട ഞങ്ങളുടെ ഉമ്മ ഉപ്പമാർ, പ്രത്യേകിച്ച് എൻ്റെ ഉപ്പ ഖബറിലാണ്. അതുപോലെ ഇസുദ്ദീൻ ഉസ്താദിൻ്റെ ഉപ്പ, ബഹുമാന്യരായ ഉസ്താദ് അവറുകളുടെ ഉപ്പ, അങ്ങനെ ഞങ്ങളുടെ ഉസ്താദുമാരുടെയും ഞങ്ങളുടെ സഹോദരങ്ങളുടെയും ഈ മജ്ലിസിലുള്ള പലരുടെയും മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. ഞങ്ങളുടെ ഉപ്പയുടെ ഉസ്താദും ഷെയ്ഖും ഏറ്റവും മൂത്ത ജ്യേഷ്ഠ സഹോദരനുമായിരുന്നു അബ്ദുല്ലാഹിൽ ജൗഹരി ഉസ്താദ് അവറുകൾ. അല്ലാഹുവേ അവിടുത്തെ ദറജ നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ സഹപാഠിയും ആത്മീയ ലോകത്ത് വലിയ ഉന്നത നേതൃത്വമായിരുന്നു ബഹുമാനപ്പെട്ട ഉമൈനല്ലൂർ ഉപ്പാപ്പ അവറുകൾ. അവരുടെയൊക്കെ ബറക്കാത്തുകൾ ഞങ്ങളുടെ ഈ മജ്ലിസിൽ നീ നൽകണം റഹ്മാനെ. അവരുടെയും സഹപാഠിയായിരുന്നു, രണ്ടാളുടെയും മൂന്നാമത്തെ സഹപാഠിയായിരുന്നു തഴവ ഉസ്താദ്. റഫഅല്ലാഹു ദറജതഹു. അവർ മൂന്നുപേരും ഒരുമിച്ച് മന്നലാങ്കുന്നിൽ ഒരു ദർസിൽ ഒരു ഉസ്താദിൻ്റെ അടുക്കൽ ഓതിയവരാണ്. അതാ ബഹുമാനപ്പെട്ട ഉമൈനല്ലൂർ ഉപ്പാപ്പയാണ് ഖാദിസിയിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് ജൗഹരി ബിരുദം നിർദ്ദേശിച്ചത്. അവരുടെ ഉസ്താദ് അവർക്ക് കൊടുത്ത ബിരുദമാണ്. അങ്ങനെ ബിരുദം കൊടുക്കാനുള്ള കാരണം ഉസ്താദ് അവറുകൾ ഒരു കിതാബ് എഴുതിയിരുന്നു, ജവാഹിറുൽ ഖുലൂബ്. ആ കിതാബിൻ്റെ പേരിനോട് ചേർത്താണ് ജൗഹരി എന്ന പേര് ഈ മൂന്നു പേർക്കും നൽകിയത്. അവർ ഈ തെക്കൻ കേരളത്തിലെ ഉന്നത ആത്മീയ നേതൃത്വങ്ങളാണ്. ആ ഉപ്പാപ്പയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് പഠിച്ചിറങ്ങുന്ന ജൗഹരിമാർ ആ വിലാസം സ്വീകരിക്കുന്നത്. വരട്ടെ. അതുപോലെ ഞങ്ങളോട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ അവരുടെയൊക്കെ ദറജ നീ ഉയർത്തിക്കൊടുക്കണം അല്ലാ. ഈ മജ്ലിസ് ഇവിടെ ഒരുങ്ങുമ്പോൾ ആദ്യകാലം മുതൽ നമ്മൾ മറക്കാതെ ഓർക്കുന്ന ഫാറൂഖും അവരുടെ ഉപ്പയും ഖബറിലാണ്. അതുപോലെ അബൂ താഹിറും, അതുപോലെ പ്രിയപ്പെട്ട പല കൂട്ടുകാരും പ്രവർത്തകരും അൻസാരി സാഹിബടക്കം സംഘാടകരിലും സ്ഥാപന ബന്ധുക്കളിലും പെട്ട ആളുകൾ, അങ്ങനെ എത്രയോ ആളുകൾ ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയി. ഉമ്മമാര് സഹോദരിമാരിൽ നിന്ന് നമുക്കറിയുന്നവരുമല്ലാത്തവരും എത്രയോ യാത്രയായി. അവരുടെ എല്ലാം ഖബറുകൾ നീ സ്വർഗമാക്കണം അല്ലാ. സാധുക്കളായ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിച്ച മുതഅല്ലിമുകളിൽ നിന്ന് അസ്ലം എന്ന വിദ്യാർത്ഥി അടക്കം മരിച്ചുപോയിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെയൊക്കെ ഖബർ നീ പ്രകാശപൂരിതമാക്കണം അല്ലാ. കഴിഞ്ഞ ദിവസം നമ്മോട് വിട പറഞ്ഞു പോയ മുഹമ്മദ് ഫഹദ് ഇസുദ്ദീൻ ഉസ്താദ് അവറുകളുടെ ഒക്കെ അനുജ സഹോദരൻ, നമ്മുടെ മാമയായി വരും അബ്ദുൽ വഹാബ് സാറ്, അവരുടെ മകനാണ്. അല്ലാഹുവേ ആ മോൻ്റെ ഖബർ നീ സ്വർഗമാക്കണം അല്ലാ. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹപാഠി റാഷിദ് ബുഖാരിയുടെ മകൻ മുഹമ്മദ് സിനാൻ, ഇങ്ങനെ പറഞ്ഞാൽ എത്രയോ എത്രയോ ആളുകൾ. ത്വയ്ബയിൽ ഇപ്പോൾ ഹിഷാമിക്ക് പഠിക്കുന്ന ഒരു സഹോദരൻ്റെ അതാ ഉപ്പയുടെ എളാമ്മ മരണപ്പെട്ടു പോയി, ഖദീജ എന്നവർ. ഞാൻ ഈ വേദിയിലേക്ക് വരുമ്പോൾ ദുആ ചെയ്യാൻ പറഞ്ഞു. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനായ സിയാറത്തുമൂട് സുൽഫീക്കയുടെ മകൾ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി.
അള്ളാഹുവെ, ഞങ്ങൾ പേര് പറഞ്ഞവരും പറയാത്തവരുമായി ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാം ഖബർ നീ സ്വർഗമാക്കണം അല്ലാ. അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഈ വഅദ് കേട്ടുകൊണ്ടിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. ഇസുദ്ദീൻ ഉസ്താദ് അവറുകളുടെ ഉമ്മ, നമ്മുടെ എല്ലാവരുടെയും ഉമ്മമാരിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർ, അള്ളാഹുവെ അവർക്കൊക്കെ ആഫിയത്തും സിഹത്തുമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഈ സ്നേഹപ്രപഞ്ചം ഇങ്ങനെ കുറേ നല്ല കാര്യങ്ങളുടെ ഒരു സമ്മേളനമാണ്. ഈ കൊല്ലൂർ വിളപ്പള്ളി ഖബർസ്ഥാനിൽ ഈ ഇരിക്കുന്ന പലരുടെയും ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, ജ്യേഷ്ഠന്മാരുണ്ട്, അനുജന്മാരുണ്ട്. എൻ്റെ ഉപ്പയുടെ ഉപ്പയും ഉമ്മയും ഇവിടെയാണ് ഖബറടക്കപ്പെട്ടത്. ഉപ്പയുടെ അനുജനും ഇവിടെയാണ് മറമാടപ്പെട്ടത്. അങ്ങനെ എത്രയോ ആളുകൾ യാ റബ്ബു യാ അല്ലാഹ് ഇവിടെ വിശ്രമിക്കുന്നുണ്ട്. അവരുടെ എല്ലാം ദറജ നീ ഉയർത്തി ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ, റഈസുൽ ഉലമ ഉസ്താദ് അവറുകൾ, സിറാജുൽ ഉലമ ഉസ്താദ് അവറുകൾ, പണ്ഡിത ശ്രേഷ്ഠന്മാർ, അവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. ഒരു സഹോദരി 18 ലക്ഷം സ്വലാത്തു ചൊല്ലി ഹജ്ജിന് പോകാനുള്ള ഭാഗ്യത്തിനും വീട് ലഭിക്കാനും മകന് സ്വാലിഹായ സന്താനം ലഭിക്കാനും ദുആർക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ നല്ല ഉദ്ദേശവും നീ നടപ്പിലാക്കി കൊടുക്കണം റഹ്മാനെ. മരണപ്പെട്ട പിതാവിൻ്റെ മഗ്ഫിറത്തിനു വേണ്ടി ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാനും വസ്തു വിറ്റുപോകാനും ഷർറുകൾ മാറിക്കിട്ടാനും, അതുപോലെ ഈ പരിപാടിക്ക് വേണ്ടി പ്ലാറ്റിനം മെമ്പർമാരായി പല ആളുകളും സ്ഥിര സഹായങ്ങൾ നൽകുന്നവരുണ്ട്. അതാ ഇന്നലെ മുട്ടക്കാവിൽ മതിൽ ഇടിഞ്ഞു വീണ് ആമിന എന്നൊരു സഹോദരി മരണപ്പെട്ടു പോയി. ഖബറടക്കിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരാൻ കാത്തിരിക്കുകയാണ്. ഉഖറവിയായ ഷഹാദത്ത് ലഭിക്കുന്നവരാണ്. കെട്ടിടം പൊളിഞ്ഞു വീണു മരിച്ചാൽ ഷഹീദാണ്. ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ പെട്ടാൽ ഉഖറവിയായ ഷഹീദാണ്. അല്ലാഹുവേ, നീ ഷഹാദത്തിൻ്റെ പദവി നൽകണേ റഹ്മാനെ. അതുപോലെ പ്രിയമുള്ളവരെ, ഫലസ്തീനിലെ നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, അവർക്ക് നീ മോചനവും സലാമത്തും നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഇൽമു പറഞ്ഞു തന്ന ഗുരുവര്യന്മാരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസും മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഖാദിസിയക്ക്, മഖ്ദൂമിയക്ക്, ത്വയ്ബ സെൻ്ററിന്, അതുപോലെ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ, പ്രസ്ഥാനങ്ങൾ, ദർസുകൾ, ഇസുദ്ദീൻ ഉസ്താദ് നടത്തുന്ന സംരംഭങ്ങൾ, ബഹുമാനപ്പെട്ട PH ഉസ്താദ് അവர்கள் നടത്തുന്ന സംരംഭങ്ങൾ, ഇങ്ങനെ ഞങ്ങളുടെ ഗുരുവര്യന്മാരും ഞങ്ങളുടെ നേതാക്കളും എല്ലാവരും നടത്തുന്ന മുഴുവൻ സംരംഭങ്ങൾക്കും സഹായിക്കുന്നവരെ നീ സഹായിക്കണം റഹ്മാനേ. എല്ലാവരും പരസ്പരം ദുആ ചെയ്യുന്നവരും സ്വലാത്ത് പരമാവധി ചൊല്ലി ഈ മജ്ലിസിനെ ഹയാത്താക്കണം. ഈ മജ്ലിസിന് വേണ്ട സഹായങ്ങൾ എന്നൊരു പിരിവൊന്നും ഇവിടില്ല. പക്ഷേ നിങ്ങളെല്ലാവരും കണ്ടറിഞ്ഞ് വേണ്ട പിന്തുണകൾ, സഹായങ്ങൾ നൽകണം. വരുന്ന ഡിസംബർ 29, 30, 31 നമ്മുടെ മഖ്ദൂമിയുടെ 20ാം വാർഷിക സമ്മേളനമാണ്. ഇതുവരെ ഒരു സമ്മേളനവും നടത്തിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു സ്ഥാപനത്തിൻ്റെ വാർഷിക സമ്മേളനം നടത്തുന്നത്. നിങ്ങളെല്ലാവരും അതിൽ പങ്കെടുക്കണം. നിങ്ങളതിന് വേണ്ട പിന്തുണകൾ നൽകണം. നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും ഒക്കെ നടക്കുന്നുണ്ട്. അതിനൊക്കെ നല്ല സംഖ്യ വേണം. നിങ്ങളുടെയൊക്കെ മനസ്സറിഞ്ഞ് സഹായങ്ങൾ വേണം. അതുപോലെ SSFൻ്റെ സമ്മേളനം മുംബൈയിൽ ഈ വരുന്ന മാസം 22, 24 മുതൽ 26 വരെ നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ പങ്കെടുക്കും. അത് നല്ല ഇസ്സത്തോടെ നടക്കണം. ഇതിനൊക്കെ നിങ്ങളുടെ ദുആ വേണം, സഹായങ്ങൾ വേണം. അല്ലാഹു തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ഈ പരിപാടി ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ഇരുന്ന് ലൈവായി കേൾക്കുന്നവർ, അൽഹംദുലില്ലാ, ഇന്ന് ഈ പരിപാടിയിലേക്ക് വളരെ ദൂരം ഡ്രൈവ് ചെയ്ത് കണ്ണൂർ ജില്ലയിലെ പാനൂരിൽ നിന്ന് നിസാർക്ക എന്ന കൂട്ടുകാരൻ കുടുംബസമേതം ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ വേണ്ടി അവിടുന്ന് ഇവിടം വരെ ഡ്രൈവ് ചെയ്ത് വന്നു. അള്ളാഹുവെ, അവരൊക്കെ ഈ സ്നേഹപ്രപഞ്ചത്തോട് കാണിക്കുന്ന സ്നേഹമാണ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ആ കുടുംബത്തിന് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഫൈസൽക്ക എല്ലാ കൊല്ലവും സ്നേഹപ്രപഞ്ചത്തിന് സഹായിക്കുന്ന ആളാണ്. വടകരയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ട് പല പ്രാവശ്യവും. അദ്ദേഹത്തിൻ്റെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും വേണ്ടി എപ്പോഴും ദുആ ചെയ്യിപ്പിക്കും.
ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും പേരിൽ മഖ്ദൂമിയിൽ ഭക്ഷണം തന്നു. അള്ളാഹുവെ, ആ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. അതുപോലെ ജിദ്ദയിലുള്ള മുഹമ്മദ് ക എല്ലായ്പ്പോഴും നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കുന്നവരാണ്. എപ്പോഴും മദീനയിൽ ചെന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നവരാണ്. അള്ളാഹുവെ, നീ സ്വീകരിക്കണം റഹ്മാനെ. അതുപോലെ UAE-യിലും ഖത്തറിലും ഒമാനിലും സൗദിയിലും കുവൈത്തിലും ബഹ്റൈനിലും എല്ലാമുള്ള സൗദിയിലും ഒക്കെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ സഹോദരങ്ങൾ, അള്ളാഹുവെ, അവർക്കെല്ലാം നീ ഖൈർ നൽകണേ റഹ്മാനെ. അതുപോലെ ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഞങ്ങൾ പോയ ഫിജിയിലെ പ്രവർത്തകർ അൽഹംദുലില്ലാ കുറഞ്ഞ ആളുകളാണെങ്കിലും അവർ വളരെ മഹബത്ത് വെച്ച് നമ്മുടെ സംരംഭങ്ങളെ നോക്കുന്നവരാണ്, സഹകരിക്കുന്നവരാണ്. അവർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. എല്ലാവരും ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഒരു 3 സ്വലാത്ത് ചൊല്ലി എല്ലാവരും എഴുന്നേറ്റ് നിന്നൊരു 3 സ്വലാത്ത് ചൊല്ലിയിട്ട് ഉസ്താദുമാർ ഇവിടെ ദുആ ചെയ്യും. അല്ലാഹു ജല്ല ജലാലു അമ്മ നവാലു തആല ഫി ഉലാഹു. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ